കുറ്റകൃത്യങ്ങൾ ഗൗരവമുള്ളതാകുമ്പോൾ കൊടുക്കുന്ന ശിക്ഷകൾ അതികഠിനമായി അനുഭവപ്പെടില്ല. കുറ്റകൃത്യങ്ങളെ ലളിതവൽക്കരിക്കുകയും സ്വാഭാവികമായി കാണുകയും ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ശിക്ഷകൾ അതീവ കഠിനമായി അനുഭവപ്പെടും. അതായത് വ്യഭിചാരം എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ മഹാപാതകമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ വ്യഭിചാരത്തിന് 100 അടി കൊടുക്കുക എന്നത് അതികഠിനമായി തോന്നൂല. നേരെ മറിച്ച് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നടത്തേണ്ടത് തന്നെയാണ്, അതത്ര പ്രശ്നമൊന്നുമില്ല, ലൈംഗിക സ്വാതന്ത്ര്യം വേണ്ടതാണ് എന്നാണ് ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതി എങ്കിൽ, അപ്പോൾ ആ ഒരു കാര്യത്തിന് 100 അടി അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഓവർ തന്നെയാണ്. അപ്പോൾ ഈ ഓവറാവലും ഓവറാവാതിരിക്കലൊക്കെ ഈ സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചും സമൂഹത്തിൻ്റെ ജീവിത രീതി അനുസരിച്ചൊക്കെയാണ്. ഇന്നിപ്പോൾ ഈ വിമർശനം ഇത്രയധികം വരാനുള്ള കാരണം തന്നെ ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് പാശ്ചാത്യരുടെയും യൂറോപ്യരുടെയൊക്കെ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം എന്നതാണ് അവരുടെ മഹാലക്ഷ്യം. സ്വാതന്ത്ര്യം ഞാൻ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടത്. അതായത് ധർമ്മം എന്നതിനല്ല അവരെന്ത് ചെയ്യുന്നത്, മൂല്യം എന്നതിനോ ധർമ്മം എന്നതിനോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സ്വാതന്ത്ര്യം എന്ന ഒരു പോയിന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം അത് അനിയന്ത്രിതമായി അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം കിട്ടണം. അപ്പം അതിൽ ലൈംഗിക സ്വാതന്ത്ര്യം അതിൽപ്പെട്ടു, ആസ്വാദന സ്വാതന്ത്ര്യം അതിൽപ്പെട്ടു, വിമർശന സ്വാതന്ത്ര്യം അതിൽപ്പെട്ടു, അഭിപ്രായ സ്വാതന്ത്ര്യം അതിൽപ്പെട്ടു, ഒക്കെ ആയിപ്പെട്ടു. അപ്പം അങ്ങനെ ഈ സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ ദർപ്പണത്തിലൂടെ, ഒരൊറ്റ കണ്ണാടിയിലൂടെ ജീവിതത്തെ വീക്ഷിക്കുമ്പോൾ ലൈംഗിക സ്വാതന്ത്ര്യം അവരെ സംബന്ധിച്ച് സ്വാഭാവികതയും അതുണ്ടാവേണ്ടതുമാണ്. അപ്പം ആ ഒരു കാര്യത്തിൻ്റെ മേൽ 100 അടി അടിക്കുക, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലുക, നാട് കടത്തുക എന്നൊക്കെ പറയുമ്പോൾ പ്രാകൃതമാണ് എന്നവർക്ക് തോന്നുകയാണ്. അതിൽ ഏറ്റവും അധികം വിമർശന വിധേയമായ ഒരു വിഷയമാണ് ഇപ്പം ഇന്ന് പറയുന്നത്. മറ്റൊക്കെ നമുക്ക് പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ പറയാം. വധശിക്ഷ 2 തരത്തിലുണ്ട് ഒരാളെ കൊല്ലപ്പെടുക എന്നത്. ഒന്ന് ഖിസാസൻ, മറ്റൊന്ന് ഹദ്ദൻ. ഖിസാസും ഹദ്ദും തമ്മിൽ പല വിഷയത്തിലും വ്യത്യാസമുണ്ട്. ഖിസാസ് എന്നത് അത് ചെയ്തതിൻ്റെ പ്രതിക്രിയ എന്നാണ് അതിൽ സാധാരണ മലയാളത്തിൽ പറയല്. പ്രതിക്രിയ, അങ്ങോട്ട് ചെയ്ത ക്രിയക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, പ്രതിക്രിയ ചെയ്യലാണ്. ഖിസാസും ഹദ്ദും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഖിസാസ് അത് അനന്തരാവകാശികൾക്ക് അനന്തരമായി കിട്ടും. ഹദ്ദ് അനന്തരമായി കിട്ടുന്നൊരു സംഗതിയല്ല. ഖിസാസ് എടുക്കേണ്ട വാരിസ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഖിസാസ് അയാളെ ആരിലേക്ക് നീങ്ങും. ഖിസാസ് അഫു ചെയ്യാൻ പറ്റും, ഹദ്ദിനെ തൊട്ട് അഫു ചെയ്യാൻ പറ്റില്ല. ഖിസാസ് ഷഫാഅത്ത് ചെയ്യാൻ പറ്റും, ഖിസാസ് ഒഴിവാക്കാൻ വേണ്ടി. ഹദ്ദിനെ തൊട്ട് ഒഴിവാക്കാൻ ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ത്രീയുടെ കൈമുറിക്കലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
ഷഫാഅത്ത് ചെയ്ത ചരിത്രമുണ്ടല്ലോ. അന്നാണല്ലോ പ്രസിദ്ധമായ ഖൗല് പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ എന്നന്നാണല്ലോ പറഞ്ഞത്. അവർ ഖുറൈശിയായിരുന്നു, മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. പക്ഷേ കളവ് നടത്തി, പിടിക്കപ്പെട്ടു, കയ്യ് മുറിക്കാൻ തങ്ങൾ ഉത്തരവിട്ടു. അപ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ എന്താ പറയുക, പിരിമ കയറ്റിയെന്നല്ലേ പറയുക. ആർക്കും തങ്ങളോട് പറയാൻ ധൈര്യമില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആരാണ്? ഏറ്റവും അടുത്ത അൽ ഹിബ്ബു ഇബ്നുൽ ഹിബ്ബി ആണ്. സയ്യിദ് ബിൻ ഹാരിസയുടെ ലഖബാണ് ഹിബ്ബുൻ നബിയ്യ എന്ന്. ഉസാമത്ത് ബിൻ സയ്യിദിൻ്റെ ലഖബാണ് അൽ ഹിബ്ബു ബിനുൽ ഹിബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബിൻ്റെ മകനാകുന്ന ഹിബ്ബാണ്. അങ്ങനെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യപ്പെട്ടു, അതശ്ഫഅ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അങ്ങനെ തങ്ങൾ പറഞ്ഞു, വഇന്നമാ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ച സംഗതി എന്താണ്? അന്നഹു ഇദാ സറഖ ഫീഹിമുശ് ശരീഫു തറകൂഹു. അതല്ലേ, ഉന്നതരായ ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വെറുതെ വിടും. താഴേക്കടയിലുള്ള ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ കഠിനമായി അവരെ ശിക്ഷിക്കും. അതാ ബനി ഇസ്രായേൽക്കാർ കാട്ടിയിരുന്നത്. നമ്മുടെ നാട്ടിലില്ലേ ഇപ്പോൾ, അതായത് 10,000 കോടി 20,000 കോടിയൊക്കെ കൊടുക്കാണ്ട് ബാങ്കിന് വിചാരിക്കുക, വലിയൊരു കോർപ്പറേറ്റ് മുതലാളി, അത് ബാങ്ക് എഴുതി തള്ളും. ഒരു 2,000 3,000 ഒക്കെ കൊടുക്കാണ്ട് ഓൻ്റെ പേരെ ജപ്തി ചെയ്യും. അങ്ങനെ വലിയ ആളുകൾക്ക് പ്രത്യേകമായ ഇളവുകൾ, ചെറിയ ആളുകൾക്ക് ഇളവില്ല. ഇതിൻ്റെ ശേഷമാണ് തങ്ങൾ പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ. ഫാത്തിമയാണ് കട്ടെടുക്കുന്നതെങ്കിൽ, അതിൻ്റെ അടിയിലൊന്ന് ചോദിക്കട്ടെ, കട്ടു എന്നുള്ളതിക്ക് എന്താണ് അറബിയിൽ പറയുക? സറഖാന്നോ സരിഖാന്നോ? സറഖാന്നല്ലേ, അത് സരിഖാന്നോ? കട്ടു എന്നുള്ളതിക്ക് സരിഖാന്നോ സറഖാന്നോ? റാക്ക് ഫതഹ കസ്ര? കസ്രല്ലേ? എന്നാൽ അതൊക്കെ തെറ്റാണ്, ഫതഹ. സറഖ യസ്രിഖു എന്നാണ് ഫിഇല്, സരിഖല്ല. ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബ്ൽ. സൂറത്ത് യൂസുഫിലുണ്ടല്ലോ. അത് ഞാൻ ജാമ്യയിൽ കുട്ടികളോട് ചോദിക്കുമ്പോൾ പോലും തന്നെ പറയല്, എവിടുന്ന് അത് തുടങ്ങിയത് എനിക്കറിയില്ല. അവിടെ കുട്ടികൾ തന്നെ പറയില്ല, നിങ്ങൾ മാത്രമല്ല, ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ജാമ്യയിൽ ഞാൻ ചോദിക്കലുണ്ട് കുട്ടികളോട്, അപ്പോൾ ഓരും പറയില്ല തന്നെ സരിഖാന്ന ഫിഇല്. അതിങ്ങനെ സെരിക്കത്ത് എന്ന് കേട്ട് അങ്ങനെ വന്നതായിരിക്കാൻ സാധ്യത ഉണ്ട്. സറക്കാന്ന ഫിഇല്, സരിഖല്ല. സറഖ യസ്രിഖു ഏതൊക്കെ ഇദാ സറഖ ഫീഹിം. എന്താ പറഞ്ഞത്? വല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലാ ഖതഅതു യദഹ. അപ്പോൾ ഹദ്ദും ഖിസാസും തമ്മിൽ ഏതുണ്ട്? വ്യത്യാസമുണ്ട്. എന്താ ഇപ്പോൾ വ്യത്യാസം പറഞ്ഞു? ഒന്നേ, ഹദ്ദിന് എന്ത് ചെയ്യുക? ഷഫാഅത്ത് ചെയ്യാൻ പറ്റും. അതല്ലല്ലോ ഒന്നാമത്തെ വ്യത്യാസം പറഞ്ഞു. അതെ, അനന്തരമായിട്ട് കിട്ടും. ഖിസാസ് അനന്തരമായി കിട്ടും, ഹദ്ദ് അനന്തരമായി കിട്ടൂല. ഓർമ്മയുള്ള ആൾക്കാർ ഓർമ്മയില്ലാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ ഓർമ്മ കുറവുള്ള ആളുകൾ എന്താ ചെയ്യുക അറിയോ? ഉസ്താദ് ഒരു 10 കാര്യം പറഞ്ഞിട്ട് ഇപ്പം എന്തേ പറഞ്ഞത് ഒന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് പറഞ്ഞതാണ് ഒരു പറയുക. കാരണം അതേ ഓർമ്മയിലുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടുണ്ടാവും. മറ്റേതങ്ങനെയല്ല, ആദ്യം പറഞ്ഞത് ആദ്യം, പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് പിന്നെ. അങ്ങനെയാണ് ചരിത്രം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള മഹാപണ്ഡിതന്മാരായ കുറച്ചാളുകൾ ബുഖാരി ഇമാമിൻ്റെ ഹിഫ്ളൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച കഥ ഉണ്ട്. അവർ 100 ഹദീസ് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. 100 ഹദീസ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു അറിയോ? അതിൻ്റെ റാവികളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ആദ്യം പറയേണ്ടത് അവസാനം പറയേണ്ടത് ആദ്യം ഷെയ്ഖിനെ പുറത്തേക്കാക്കി,
താഴെയുള്ള ആളെ മേലക്കാക്കി ആ ഹദീസിൻ്റെ മത്തിന് ഇതിലേക്ക് ചേർത്തു, ഈ ഹദീസിൻ്റെ മത്തിന് അങ്ങോട്ടിട്ടു. അങ്ങനെ ഒരു തലക്കെന്ന് ചോദിക്കാൻ തുടങ്ങി. ഒരു 10 ആളുകളുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, ഒരു ഹദീസ് ചോദിച്ചു, ഈ ഹദീസ് നിങ്ങളടുക്കലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത്ര വലിയൊരു ആലിമാകുമ്പോൾ അതെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു മോശമല്ലേ? അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യൽ? 2 അഭിപ്രായമുണ്ട് എന്നൊക്കെ പറയല്. ഒന്നും അറിയാത്ത സമയത്താണ് പറയല് അതിൽ 2 അഭിപ്രായമുണ്ട്. കാരണം എനിക്കറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു മോശം കൊണ്ട്. ബുഖാരി ഇമാം പറഞ്ഞു, ലാ ആരിഫ്, ആ ഹദീസ് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഹദീസ് എനിക്കറിയില്ല. രണ്ടാമത്തെ ഹദീസ് ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ലാ ആരിഫ്, അങ്ങനെ ഹദീസ് എൻ്റെ അടുക്കലില്ല, ഞാൻ അറിയില്ല. അങ്ങനെ 100 എണ്ണം ചോദിച്ചു, 100 എണ്ണം. ആ 100 എണ്ണം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ലാ ആരിഫ്, എനിക്കത് അറിയില്ല. നമ്മൾ പൊതുവായ വ്യത്യാസങ്ങളാണ് പറയുന്നത് കേട്ടോ. പൊതുവായ വ്യത്യാസങ്ങളെ പൊതു വ്യത്യാസം പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇസ്തിസ്നൊക്കെ ഉണ്ടാവാം. പൊതു വ്യത്യാസങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചില വ്യത്യാസങ്ങൾ. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? ഖിസാസ്. അത് ആർക്കാണോ അർഹതപ്പെട്ടത് അയാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികളിലേക്ക് നീങ്ങും. ഹദ് ഒരിക്കലും അങ്ങനെ നീങ്ങൂല. അതുപോലെ ഖിസാസ് പൊതുവിൽ അഫു ചെയ്യാൻ പറ്റുന്നതാണ്. ഹദ് പൊതുവിൽ അഫു ചെയ്യാൻ പറ്റില്ല. ഖദ്ഫിൻ്റെ ഹദ് പോലെ വളരെ ചെറിയ 1-2 ഒക്കെ അഫു ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയത്ത് സരീഖത്ത് കട്ടെടുത്തു എന്ന് വിചാരിക്കും. എൻ്റെ സ്വത്ത് ഒരാൾ കട്ടു, അങ്ങനെ അയാളെ പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാക്കിമിനോട്, പാവാണ്, അയാളെ കൈ മുറിക്കണ്ട, അത് പറയാൻ എനിക്ക് അവകാശമില്ല. അത് പറഞ്ഞാൽ അതൊരു പഴുവാക്കാണ്, പോയി കൈ മുറിക്കപ്പെടും, അത് ഒഴിവാക്കാൻ കഴിയൂല. ആര് പറഞ്ഞാലും, ആരെ സ്വത്താണോ കട്ടത് അയാൾ പറഞ്ഞാലും ശരി, കൈ മുറിക്കാതിരിക്കാൻ പറ്റില്ല. അത് മറ്റൊരു വ്യത്യാസമാണ്. പിന്നെ ഖിസാസ് പൊതുവിൽ കുറേ കാലം കഴിഞ്ഞു. എൻ്റെ ഉപ്പാനെ കൊന്നിട്ട് കുറേ കാലം കഴിഞ്ഞു, ഞാൻ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഏത് ഷാഹിദ്, സാക്ഷി എന്ത് ചെയ്തത്? സാക്ഷി നിന്നത്, ഇന്നയാളാണ് കൊന്നത് എന്ന്. കാലപ്പഴക്കം കുറേ കഴിഞ്ഞിട്ടാണ് സാക്ഷി നിന്നതെങ്കിലും ഖിസാസ് സ്ഥിരപ്പെടും. മനസ്സിലായോ? പക്ഷേ ഹദ് അത് ഒരുപാട് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിൽ പിന്നീട് അത് കണക്കിലെടുക്കൂല. എന്തുകൊണ്ട് ആദ്യം ഉണ്ടായില്ല എന്നുള്ളൊരു വിഷയം വരും. അപ്പോൾ പണ്ട് 4 കൊല്ലം മുമ്പ് കള്ളുടിച്ചു പറഞ്ഞാൽ ഇപ്പോൾ സാക്ഷി നിന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണ് പൊതു നിയമം. അതേപോലെ ഖിസാസ് സ്ഥിരപ്പെടണമെങ്കിൽ ആദ്യം ദഅവ വേണം, ഖാദിയിലേക്ക് ദഅവ ഉയർത്തണം. ഒരാൾ നേരെ വന്നുകാണ്ട് സാക്ഷി നിൽക്കൽ അതിലില്ല. ദഅവ ഉയർത്തുകയും സാക്ഷിയെ തേടുകയും സാക്ഷി കൊണ്ട് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് അതുണ്ടാവുക. ഹദ്ദിൻ്റെത് അങ്ങനെയല്ല. ഒരാൾ മദ്യപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരാളുടെയും ദഅവ ഇല്ലാതെ തന്നെ ഒരാൾക്ക് പോയിക്കാണ്ട് എന്ത് ചെയ്യുക? സാക്ഷി കഴിഞ്ഞാൽ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പൊതുവായ കുറേ വ്യത്യാസങ്ങൾ ഖിസാസും ഹദ്ദും തമ്മിലുണ്ട്. അപ്പോൾ വധശിക്ഷ എന്ന് പറയുന്നത് 2 രൂപത്തിലാണ് വരുന്നത്. ഒന്ന് ഏത്? ഖിസാസ് എന്ന നിലയിലും മറ്റൊന്ന് ഹദ് എന്ന നിലയിലാണ് വരുന്നത്. ഹദ്ദിൽ ഏതൊക്കെയാണ് പെടുക? ഖിസാസിൽ ഏതൊക്കെ ഇവിടെ? ഖിസാസ് നമ്മുടെ മുവരിസിനെ കൊന്നിട്ടുണ്ടെങ്കിലാണ് ഖിസാസ് വരിക. ഹദ്ദിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് മുഹ്സിനായ ആൾ വ്യഭിചരിച്ചാൽ ഹദ്ദൻ അയാൾ എന്ത് ചെയ്യും? കൊല്ലപ്പെടും. മറ്റൊന്നാണ് ഒരാൾ മുർത്തദ്ദാവുകയും ദീനിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞ് മടങ്ങി വരാതിരിക്കുകയും ചെയ്താൽ ഇസ്ലാമിൻ്റെ ഭരണമുള്ള സ്ഥലങ്ങളിൽ അയാളെ കൊല്ലപ്പെടും. കാരണം പരിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ഭരണഘടന. അത് ഞാൻ വേണമെങ്കിൽ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഖിസാസിലൂടെ പോവുകയാണ്. നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനിനെയും സുന്നത്തിനെയും ഒരാൾ ധിക്കരിക്കുകയാണെങ്കിൽ അത് രാജ്യദ്രോഹമാണ്. മതസ്വാതന്ത്ര്യം എന്നതൊന്ന് വേറെയും രാജ്യദ്രോഹം എന്നത് വേറെയാണ്. മതസ്വാതന്ത്ര്യം എന്നത് വേറെയും രാജ്യദ്രോഹം വേറെയാണ്. ഇപ്പോൾ വധശിക്ഷയെപ്പറ്റി വലിയ കോലാഹലമൊക്കെ പറയുന്ന ആളുകൾ തന്നെ രാജ്യദ്രോഹത്തിൽ വധശിക്ഷ കൊടുക്കാത്ത ആൾക്കാരില്ല. എല്ലായിടത്തും വധശിക്ഷയാണ്. ഇന്ത്യയിലൊക്കെ അത്ര അത് ദുരുപയോഗം ചെയ്ത് കൊല്ലൽ ആൾക്കാർ. എന്താ രാജ്യദ്രോഹമാണ്. അതിന് IPC
എന്താ 304 എടുത്തിട്ട് അങ്ങനെയുള്ള ഉണ്ടാവല്. അപ്പോൾ അതാണ് മുർത്തദ്ദിൻ്റെ വിഷയം. അത് നമുക്ക് പിന്നെ പറയാം. മുർത്തദ്ദിനെ കൊല്ലുക എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനെതിരല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ രാജ്യത്ത് മറ്റു മതക്കാരെ ജീവിക്കാൻ നാം അനുവദിക്കുന്നുണ്ട്, അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സമ്മതം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മുസ്ലിമാവാൻ നിർബന്ധിക്കുക എന്നൊരു സംഗതി ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, അത് മറ്റു വിഷയമാണ്. യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടായിട്ട് കാണണങ്ങൾ. ഇസ്ലാമിൻ്റെ മെസ്സേജ് ഒരാൾക്ക് അറിയിച്ചു കൊടുക്കലും അയാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കലും ഒന്നല്ല, രണ്ടാണ്. ഇത് ഇസ്ലാമിൻ്റെ സന്ദേശം ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്, മറ്റൊന്ന് അയാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്. ഇത് രണ്ടാണ്. മനസ്സിലായോ? ഇസ്ലാമിൻ്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അത് ഏതെങ്കിലും ഭരണകൂടമോ ആളുകളോ നിഷേധിച്ചാൽ അതിനനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ യുദ്ധം വരുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയതില്ല, യുദ്ധമില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ കിസ്ര ചക്രവർത്തി ഭരിക്കുന്ന നാട്ടിൽ അയാളുടെ മതം മാത്രമേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ദീൻ അവിടെ പ്രചരിപ്പിക്കാൻ പോലും തീരെ സമ്മതിക്കൂല. അപ്പോൾ കിസ്രയെ നീക്കം ചെയ്യൽ ആവശ്യമാവും. എന്നാലേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മെസ്സേജ് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇങ്ങനത്തെ ഒരു ദീനുണ്ട് എന്നും ഇതാണ് ഏത് കാര്യങ്ങളെന്നും അവർക്ക് അറിയിച്ചു കൊടുക്കണ്ടേ. അത് നമ്മളെ നമ്മളുടെ പിന്നെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ മറ്റേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അത് കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുമ്പോൾ ആ നിഷേധിക്കുന്ന ആളുകളെ നീക്കം ചെയ്യുക എന്നതുണ്ടായിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കൽ വാളുകൊണ്ട് തടഞ്ഞപ്പോൾ ആ തടസ്സം നീക്കി എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? അതേസമയം ഇസ്ലാമിലേക്ക് അവരെ നിർബന്ധിക്കലോ അതവിടെ ഇല്ല, അതുണ്ടാവുന്നില്ല. കാരണം അവർക്ക് എന്ത് ചെയ്യുക, അവരെ മതമനുസരിച്ച് തന്നെ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ രാജ്യമാകുമ്പോൾ നാം അംഗീകരിക്കാത്ത കാഫറുകളാണെങ്കിൽ അവർ ആ നാട്ടിൽ നിന്ന് പോകണമെന്നാണ്. അല്ലെ എല്ലാവരും തലക്കെന്ന് പിടിച്ചിട്ട് കൊല്ലണമെന്നല്ല. ആരെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ അംഗീകരിക്കുക എന്നത് ഒരു വിഷയമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ യഹൂദികളെയും നസാറാക്കളെയും മജൂസികളെയും മുമ്പ് കിതാബുള്ളവരോ ഉണ്ടെന്ന് സംശയമുള്ളവരോ ആയ ആളുകളെ മാത്രമേ അംഗീകരിക്കുള്ളൂ. അബദത്തുൽ അവസാൻ അടക്കമുള്ള ആളുകളെ പിന്നെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരായിട്ട് നമ്മളെ സിറ്റിസണായിട്ട് നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതും മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അബദത്തുൽ അവസാനാണെങ്കിലും അവർ ദിമ്മിയായ കാഫിറാകുന്നു, അങ്ങനെ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റുമെന്നാണ് ഹനഫി മദ്ഹബ്. അതുകൊണ്ടാണ് ഹനഫികൾ ഭരിച്ചിരുന്ന ഉത്തരേന്ത്യയിലൊക്കെ എത്ര നല്ല ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടും അവിടെ അവർ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഈ ഹിന്ദുക്കൾക്ക് എല്ലാവിധ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തതിന് അങ്ങനെ ഒരു മതപരമായൊരു കാരണം കൂടിയുണ്ട്. കാരണം അന്നത്തെ മുഫ്തിമാരും അന്നത്തെ അവിടുത്തെ ആലിമീങ്ങളൊക്കെ ഫത്വ കൊടുക്കുന്നതാണ് അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാനാണ്. കാരണം അവരെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരായിട്ട് അംഗീകരിക്കണമെന്നാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഉത്തരേന്ത്യയൊക്കെ കീഴടക്കിയ ആൾക്കാർ എല്ലാവരും ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ്റെ ചരിത്രം ഇങ്ങനെ ആവുമായിരുന്നില്ല, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അതൊക്കെ നമുക്ക് ഇളവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും റിദ്ദത്ത് എന്നത് അത് ഹദ്ദ് നിലയ്ക്ക് ഒരാളെ കൊല്ലപ്പെടുവാനുള്ള കാരണമാണ്. പിന്നെ മറ്റൊന്ന് ബാഗിയാണ്, ബുഗാത്ത്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ കലാപം നടത്തുന്നവർക്കാണ് ബുഗാത്ത് എന്ന് പറയില്ലേ. ശർഈയായ ഭരണം നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ കലാപം നടത്തുന്നവർ ബാഗിയാണ്, ബുഗാത്താണ്. ഫമൻ ഇൽതുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. ശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ബുഗാത്തിനെതിരെ യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അവനെ കൊല്ലാനും പറ്റും, ആവശ്യമാണെങ്കിൽ. ഗത്യന്തരമില്ലെങ്കിൽ അവനെ കൊല്ലാനും പറ്റും. അങ്ങനെ കൊന്നാൽ തിരിച്ച് ഖിസാസോ ലമാനോ ഒന്നും ഉണ്ടാവില്ല. ആർക്ക്? ഈ കൊന്ന വ്യക്തിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നതാണ് ബാഗി. ഒന്ന് അസയ്യിബുസാനി, മറ്റൊന്നേത് ബാഗി പറഞ്ഞു, സയ്യിബുസാനി പറഞ്ഞു, റിദ്ദത്ത്. ഇതൊക്കെയാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് അൽ മുഫാരിഖുൽ ജമാഅലെ, നിസ്കാരത്തിൻ്റെ പിന്തിക്കുകയും അതിൻ്റെ ജംഇൻ്റെ
വക്തിനെ തൊട്ട് പിന്തിക്കുകയും പിന്നീട് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ ഹദ്ദൻ അവനെ കൊല്ലപ്പെടും. കാരണം നിസ്കാരം എന്നത് അതൊരു സാധാരണ ആരാധനാ കർമ്മമല്ല, അത് വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായൊരു ആരാധനാ കർമ്മമാണ്. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? മനസ്സിലായില്ല. നിസ്കാരം മറ്റ് കർമ്മങ്ങളെ പോലെയല്ല. പിന്നെ എന്തേ പറഞ്ഞത്? അത് അത് ഈ നിസ്കാരം എന്നുള്ളത് ഇസ്ലാം കാര്യമാണോ ഈമാൻ കാര്യമാണോ എന്ന്? ഇസ്ലാം കാര്യമല്ലേ? എന്നാൽ അതിന് ഈമാനിൻ്റെയും കൂടി ഒരു ഭാഗം അതിനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ട് തരത്തിലൂടെ പറയാൻ കഴിയും. അതായത് ഒന്ന് ഇസ്ലാമിലെ അഹ്കാമുകൾ, സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും ജിഹാദാണെങ്കിലും ഫറായിളാണെങ്കിലും ഖിസാസാണെങ്കിലും എന്താണെങ്കിലും ശരി, ഇസ്ലാമിൻ്റെ അഹ്കാമുകളെല്ലാം വന്നിട്ടുള്ളത് ഹിജ്റയുടെ ശേഷമാണ്. ഹിജ്റയുടെ ശേഷം മുസ്ലിങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. ഹിജ്റയുടെ മുമ്പോ അവിശ്വാസികളെ വിശ്വാസികളാക്കുകയായിരുന്നു. ഹിജ്റയുടെ മുമ്പുള്ള ഘട്ടവും ഹിജ്റയുടെ ശേഷമുള്ള ഘട്ടവും ഉണ്ടല്ലോ. ഹിജ്റയുടെ മുമ്പുള്ള ഘട്ടത്തിലെ പ്രധാന തർക്കീസ് എന്തിനായിരുന്നു? അവിശ്വാസികൾക്ക് വിവിധ തെളിവുകൾ കൊടുത്ത് അവരെ ഈ വിശ്വാസത്തിലേക്ക് ആക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തഫ്സീർ ഓതുന്ന കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, ഈ മക്കിയായ സൂറയും മദനിയായ സൂറയും അത് എഴുതി കൊടുക്കൊന്നും വേണ്ട. ആ സൂറത്തിൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് മക്കിയാണോ മദനിയാണോ. കാരണം മദനിയ സൂറ എന്ന് പറയുന്നത് അഹ്കാമുകളായിരിക്കും, അധികം അഹ്കാമുകളായിരിക്കും, ദീർഘമായ ആയാത്തുകളായിരിക്കും, ദീർഘമായ സൂറത്തുകളായിരിക്കും. ബനൂ ഇസ്രായേൽക്കാരെ കുറിച്ചുള്ള ചർച്ച അതിൽ കൂടുതലായിരിക്കും. നിയമങ്ങളെപ്പറ്റിയായിരിക്കും കൂടുതൽ ചർച്ചകൾ. അവിടെയുള്ള പ്രയോഗങ്ങളൊക്കെ യാ യുഹല്ലദീന ആമനു എന്നായിരിക്കും കൂടുതൽ, യാ യുഹന്നാസു എന്നാവൂല. ഏല് മദനിയായ സൂറയിൽ ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു പൊതു അടയാളങ്ങളാണ്. എന്ത്? ആയാത്തുകൾ നീണ്ട ആയാത്തുകളായിരിക്കും. ആയത്തുദ്ദീനൊക്കെ ഉണ്ടല്ലോ, നീട്ടി വെച്ചാൽ എവിടുക്കെത്തിച്ചിട്ടാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ വലാ യഅബ കാതിബൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹു ഫൽയക്തുബ് വൽയുംലില്ലദീ അലൈഹിൽ ഹഖ് വൽയത്തഖില്ലാഹ റബ്ബഹു വലാ യബ്ഖസ് മിൻഹു ഷൈഅ ഫഇൻ കാന അല്ലദീ അലൈഹിൽ ഹഖ് ضعيفا أو سفيها أو لا يستطيع أن يمل هو فليملي وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان മിമ്മൻ തറല്ലവന മിന ശുഹദാ യന്തളില്ല ഇഹ്ദാഹുമ ഫതദക്കറ ഇഹ്ദാഹുമ ലുഖ്റ. അങ്ങനെ തുടങ്ങിയിട്ട് ദീർഘമായ വലിയ ആയാത്തുകളായിരിക്കും. സൂറകൾ വലിയ സൂറകളായിരിക്കും. അതിലെ പ്രയോഗങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ആണ് കൂടുതൽ കാണുക. ബനു ഇസ്രായേലുകളെക്കുറിച്ചുള്ള ചർച്ച കൂടുതലായിരിക്കും. അഹ്കാമുകളായിരിക്കും അതിൻ്റെ മുഖ്യ പ്രമേയങ്ങൾ. ഇതെല്ലാം കണ്ടാൽ പൊതുവായിട്ടൊരു സ്വഭാവം മനസ്സിലാക്കുക, ഈ സൂറത്ത് ഏതാണ്? മദനിയാണ്. മക്കിയ സൂറകളിൽ അധികവും ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും. ഖുർആനിൻ്റെ ബലാഗത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്നതായിരിക്കും. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, മുൻകഴിഞ്ഞു പോയ ആളുകളുടെ നാശം, മനസ്സിലായോ? അങ്ങനെ അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ, അതിലൂടെ ബഅസിനുള്ള തെളിവുകൾ, ഇതൊക്കെയായിരിക്കും അവിടുത്തെ കൂടുതൽ ചർച്ച. ഇങ്ങനെ മനസ്സിലാക്കിയ ഇങ്ങനെ നോക്കിയാൽ ആ സൂറത്ത് ഏറെക്കുറെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇത് ഏത് സൂറയാണ് മക്കിയയാണ് സൂറ എന്ന് മനസ്സിലാവും. പക്ഷേ മക്കിയ സമയത്ത് ഹിജറയുടെ മുമ്പ് അന്ന് തൗഹീദ് ഉറപ്പിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം. ഹിജറയുടെ മുമ്പ് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിലാണ് നിസ്കാരം എന്താവുന്നത്, നിർബന്ധമാക്കുന്നത്. അപ്പം എന്താ മനസ്സിലായി നിങ്ങൾക്ക്? അതൊരു തൗഹീദിൻ്റെ ഭാഗം അതിലുണ്ട് എന്നാണ്. അതുകൊണ്ട് ഹദീസിൽ വന്നത് ബൈനനാ വബൈനഹും തർക്കു സ്വല, മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? രണ്ടാമത്തൊരു വ്യത്യാസവും കൂടിയുണ്ട്. എല്ലാ ഇബാദാത്തുകളും എല്ലാ കാര്യങ്ങളും അവിടെ നിന്നിട്ട് കൊടുത്തയച്ചതാണ്. ആര് മുഖേന? ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന. നോമ്പ് നിർബന്ധമാക്കിയത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് തങ്ങൾക്ക് വഹയി കൊടുത്തു, അല്ലേ? സക്കാത്ത് നിർബന്ധമാക്കിയത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് തങ്ങൾക്ക് വഹയി കൊടുത്തു. ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ വലിയ ഒരു സദ്യ ഉണ്ടാക്കി,
തങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. എവിടേക്ക് കൊണ്ടുപോയി? എവിടേക്ക് കൊണ്ടുപോയി? എവിടേക്കാണ് കൊണ്ടുപോയത്? ഇവിടുന്ന് അവിടെ വലിയൊരു പരിപാടി ഉണ്ടാക്കി, അലങ്കാരമുണ്ടാക്കി, മലായിക്കത്തൊക്കെ അവിടെ സ്വീകരിക്കാൻ കാത്തു നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോരുന്ന സമയത്ത് കയ്യിൽ വെച്ചു കൊടുത്താണ് അത് കൊണ്ടുപോയി അറിഞ്ഞാണ്ട്. അത് നിസ്കാരത്തിന് മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ വിവാദത്തിൽ ഇതിനുള്ളത് അല്ലേ? അതൊരേപോലെയാണ്. ഞാനൊരു 500 റുപ്യ എന്നുകൊണ്ട് പറഞ്ഞു, ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്തലായിരുന്നു. അതേ സമയത്ത് അയാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സദ്യ ഉണ്ടാക്കി അങ്ങനെ അയാളെ ബഹുമാനിച്ച് ആദരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ കൊടുത്താൽ അതിന് വേറെ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് നിസ്കാരം, നോമ്പ് ഒഴിവാക്കിയാൽ ഹദ്ദൻ നിലക്ക് കൊല്ലലൊന്നുമില്ല. ഇല്ലല്ലോ. സക്കാത്തോ ഇല്ല. മനസ്സിലായ പറഞ്ഞത്? ഹജ്ജോ ഇല്ല. അതേസമയത്ത് നിസ്കാരം അതിൻ്റെ ജംഇൻ്റെ സമയത്തെയും വിട്ട് പിന്തിക്കുകയാണെങ്കിൽ അവനോട് നിസ്കരിക്കാൻ പറയും, എന്നിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഹദ്ദൻ കൊല്ലപ്പെടണമെന്നാണ്. അപ്പോൾ ഹദ്ദൻ കൊല്ലപ്പെടുന്നത് ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ലാ യഹില്ലു ദമു ഇംരിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിസലാസ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് വളഞ്ഞു. ഈജിപ്തിൽ നിന്ന് വന്ന കുറേ ആളുകൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പക്ഷപാതപരമായി പെരുമാറാണ്. എല്ലാ സ്ഥലത്തും തൻ്റെ സ്വന്തക്കാരായ ബനൂ ഉമയ്യക്കാരെ ഗവർണർമാരാക്കുകയാണ്. അങ്ങനെ പല വേണ്ടാത്ത ആരോപണങ്ങളും പറഞ്ഞിട്ട് വീട് വളഞ്ഞു. അങ്ങനെ കൊല്ലാൻ വേണ്ടി അവർ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യഹില്ലു ദമു ഇംരിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. 3 കാര്യങ്ങൾ. ഒന്ന് ഏതാവുന്നു? അൽ ഖത്ലു അൻ നഫ്സു ബിൻ നഫ്സ്, അത് ഖിസാസാണ്. മറ്റൊന്ന് സയ്യിബുസാനി, മറ്റൊന്ന് താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാ. ഈ 3 കാര്യങ്ങൾക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ കൊല്ലപ്പെടാൻ പാടുള്ളൂ എന്ന് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങളിത് കൊല്ലുന്നത്? മനസ്സിലായൊക്കെ പറയുന്നത്. അപ്പോൾ ഹദ്ദിൻ്റെത് ഏതൊക്കെ പറഞ്ഞതൊന്ന് പറഞ്ഞാണ്? സയ്യിബുസാനി, മുർത്തദ്, ബുഗാത്ത്. ബുഗാത്തിനെ കൊല്ലുന്നത് ഖിതാലിൻ്റെ ഭാഗമാണ്. എന്നാലും അതല്ല ഖിസാസ് എന്ന നിലക്കല്ല. ആ നിലയ്ക്ക് നമുക്ക് മറ്റിൽപ്പെടുത്താം. പിന്നെ ഇതൊക്കെ ഹദ്ദ് എന്ന നിലക്ക് കൊല്ലപ്പെടുന്നതാണ്. ഖിസാസ് നിലക്ക് കൊല്ലപ്പെടുന്നത് അത് ഒരാളുടെ മുവരിസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചയാളെ കൊല്ലപ്പെടും എന്നതാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പഠിച്ച വിഷയം തന്നെയായിരിക്കും. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ ഒരു ഖിസാസ് നിർബന്ധമാക്കുന്നത്? നമുക്ക് ഒരു വ്യക്തിയാണോ ഒരു സമൂഹമാണോ വലുത്? നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയാണോ ഈ സംവിധാനത്തിൻ്റെ ഭാവിയാണോ വലുത്? അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു? വേണ്ടാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കച്ചറ നാട്ടിൽ സങ്കല്പിച്ചാൽ മതി. ആരും കച്ചറ കാട്ടണ്ട. മൗലവിമാർ പറഞ്ഞ എപ്പോഴും തഖ്ദീറാളെ നമുക്ക് സങ്കല്പിക്കല്. അങ്ങനെ എന്ത് ചെയ്തു? ഉസ്താദുമാരെല്ലാം കൂടി മീറ്റിംഗ് കൂടി അവനെ പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉസ്താദുമാരുടെ മനസ്സിന് വേദന ഉണ്ടാവും അല്ലേ? കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഇത്ര കാലം പഠിച്ച കുട്ടി അവൻ്റെ ഭാവി ഇനി എന്താവും, അഞ്ഞ് മൊഴിയരല്ലാതെ അവൻ വേറെ എന്തെങ്കിലും വല്ല ആയി പോവാന്നാവുന്നൊക്കെ പേടിയുണ്ടാവും. എന്നാലും പുറത്താക്കുകയാണ്. എന്തിനു വേണ്ടി പുറത്താക്കുന്നു? അത് ഇവിടെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഈ സംവിധാനത്തിനാകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്താക്കണം. അപ്പോൾ ഈ കുട്ടിയുടെ ഭാവിയേക്കാൾ നാം ആലോചിക്കുന്നത് സംവിധാനത്തിൻ്റെ ഭാവിയാണ്. അതുപോലെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനേക്കാൾ പ്രധാനം. അതുകൊണ്ട് വ്യക്തിയുടെ നിലനിൽപ്പ് സമൂഹത്തിന് ഭീഷണിയാവുകയാണെങ്കിൽ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് സ്വാഭാവിക നീതിയാണ്. അത് സ്വാഭാവിക നീതിയാണ്. ഈ ഇസ്ലാമിലെ വധശിക്ഷയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ എന്തിനാണ് ഒരു ഭീകരവാദിയെ പിടിച്ചാൽ, ഭീകരെന്ന പോലെ ഭാഷയാണ്, ഒരു ഭീകരനെ പിടിച്ചാൽ എന്തിനാണ് കൊല്ലുന്നത്? അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതിലൊന്നും ആർക്കും പ്രശ്നമില്ലല്ലോ, സംശയമില്ലല്ലോ. അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അപ്പോൾ അവനെ വെടിവെച്ച് കൊല്ലണം അല്ലേ? ഇത് അതിനേക്കാളും വലിയ ഭീഷണിയാണ്.
ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? കൊല്ലപ്പെട്ട ആളോടുള്ളതിനേക്കാളും സിമ്പതി ഈ കൊന്ന ആളോട് ഉണ്ടാക്കുകയാണ് ഇവർ. കൊല്ലപ്പെട്ട ഈ മക്തൂലിനോടുള്ളതിനെക്കാട്ടി വലിയ സിമ്പതി ആരോട്? ഈ കൊന്ന ആളോട് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹു ഓനെ കൊല്ലേ, ഒരാളെ കൊന്നു എന്ന് വെച്ച് പണ്ട് ഗാന്ധിജനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു താരോ എന്ന് പറഞ്ഞ മാതിരി ഇത് ഒന്ന് കൊന്നിട്ടല്ലേ ഉള്ളൂ, അതിന് തീർച്ചയായിട്ടും കൊല്ലേ. പണ്ട് ചാനലിൽ ഏതൊരു സംഖ്യ പറഞ്ഞല്ലേ ഇത് ഗാന്ധിജിനെ എന്ത് ഗോഡ്സനെ പറ്റി പറഞ്ഞ സമയത്ത് ഗാന്ധിജനെ ചെറുതായിട്ട് ഇത് വെടിവെച്ചുള്ളൂ, ചെറുതായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇയാൾ കൊന്ന ഈ മക്തൂലിനോട് ഉള്ളതിനേക്കാളും വലിയ ഷഫക്കത്ത് ഖാത്തിലിനോട് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് മാത്രമല്ല നമ്മുടെ ശരീരം നശിപ്പിക്കാൻ നമ്മൾ ആരും തയ്യാറാവില്ല. ആരും തയ്യാറാവില്ലല്ലോ. പക്ഷെ അവൻ്റെ കാലിൽ എന്ത് ചെയ്തു? കാലിൻ്റെ വിരലിൽ മുറിവുണ്ടായി, മാറുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വിരൽ മുറിച്ചില്ലെങ്കിൽ അടുത്തെന്ത് ചെയ്യും? കാലിൻ്റെ പടത്തുമൊക്കെ കയറും. അപ്പം നമ്മളെന്ത് ചെയ്യും? മുറിക്കും. എന്തിനാ മുറിക്കണത്? അത് ബാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് അതുകൊണ്ട് രക്ഷയുണ്ടാവാൻ വേണ്ടിയാണ്. ഇതുപോലെയുള്ളൊരു സംഗതിയാണ് ഏതെന്ന് പറയുന്നത്? ഒരു ഖാത്തിലിനെ തിരിച്ച് കൊല്ലുക എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ തത്വം. എന്ന് മാത്രമല്ല, ഇങ്ങനെ കൊല്ലാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഈ അനുവാദം കിട്ടുന്നത് കൊണ്ടാണ് കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബം അടങ്ങിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മറ്റേ കൊല്ലേ ശരിയാക്കുക എന്ന് പറഞ്ഞാണ്ട് ഇവരെല്ലാം കൂടി ആയുധമായിട്ട് പോയിക്കാണ്ട് അവിടെ കൂട്ടക്കൊലയിക്കാരൻ. പ്രത്യേകിച്ച് അറബികളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ഉള്ളത്? ഒരാളെ കൊന്നാൽ, ഒരു പെണ്ണിനെ, ഈ കബീലയിൽപ്പെട്ട ഒരു പെണ്ണിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം അപ്പുറത്ത് ആണിനെ കൊല്ലണമെന്നതിന് പോലെ നിയമം. ആ നിയമമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വൽ ഉൻസാ ബിൽ ഉൻസാ എന്ന് പറഞ്ഞത്. കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. പെണ്ണിനെ കൊന്നതിന് പകരം പെണ്ണിനെ കൊല്ലണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഏതാ പെണ്ണിനെ കൊന്നു ഒരാണ് തിരിച്ച് ആണിനെ കൊല്ലണ്ട എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം. ഈ പെണ്ണിനെ കൊന്നത് ഒരാണാണെങ്കിൽ തിരിച്ച് ആണിനെ കൊല്ലാതിരിക്കണം എന്നല്ല ഈ ആയത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അവരുടെ ഇത് പെണ്ണിനെ, ഈ ഭാഗത്തുള്ള ഒരു പെണ്ണിനെ അവിടുത്തെ ഒരു പെണ്ണ് കൊന്നാൽ തിരിച്ച് പെണ്ണിനെ അല്ല കൊല്ലുക, പിന്നെ അവിടുത്തെ ആണിനെ കൊല്ലുക. ആ നിയമമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് വല്ലുൻസാ ബില്ലുൻസാ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ്, പറഞ്ഞോളി മക്കളെ, സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് എന്തിനേക്കാൾ, ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഇസ്ലാം ഖിസാസ് നിർബന്ധമാക്കിയത് കൊന്ന ആളെ തിരിച്ചു കൊല്ലാൻ വേണ്ടിയല്ല, കൊന്ന ആള് എന്ന് പറയുന്നൊരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? എന്ത്? കൊന്ന ആളെ തിരിച്ചു കൊല്ലാൻ എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക. എങ്ങനത്തെ? ഈ കൊന്ന ആൾ പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കൊന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊല്ലപ്പെടും എന്ന് ഉറപ്പാകുമ്പോൾ അവർ കൊല്ലാൻ തയ്യാറാവില്ല. കാരണം എന്താണെങ്കിലും തിരിച്ചു കൊല്ലുന്ന ഉറപ്പാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് പറയാനുള്ള കാരണം അതാണല്ലോ. ഖിസാസിൽ രണ്ടു കൂട്ടർക്കും ഹയാത്തുണ്ട്. കൊല്ലാൻ ഉദ്ദേശിച്ച ആൾക്കും ഹയാത്തുണ്ട്, കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന അയാൾക്കും ഹയാത്തുണ്ട്, സമൂഹത്തിനും ഹയാത്തുണ്ട്. ആകപ്പാടെ ഹയാത്താണ്. ഹയാത്തുൻ അളീമത്തുൻ. നമ്മളാ മറ്റേ മുഖ്തസർ മാനി പറഞ്ഞല്ലോ, അൽ 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 ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് പറഞ്ഞതിനേക്കാളും ഈ ഒരു പ്രയോഗത്തിനുള്ള ഫضലുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് ഈ അർത്ഥത്തിന് കുറേ പദങ്ങളുണ്ടായിരുന്നു അറബികൾക്ക്. പോലെ നല്ല ചെത്തി മിനിക്കുണ്ടാക്കിയ പദങ്ങളായിരുന്നു. പക്ഷേ ഈ ഖുർആന്റെ ലഫ്ദ് വന്നതോടുകൂടെ ബാക്കിയൊക്കെ പോയി. അതിൽപ്പെട്ട ഒന്നായിരുന്നു അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് പറയുന്നത്. കൊല്ലലാണ് കൊല്ലലിന് പരിഹാരം എന്നുള്ളതായിരുന്നു അവരുടെ തിയറി. കൊല്ലലാണ് കൊല്ലലിന് പരിഹാരം. അക്സിറുൽ ഖത്ല ലിയഖില്ലൽ ഖത്ലു, അങ്ങനെ വേറെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കൊന്നോളി, ഇന്നാ കൊല്ല നിൽക്കും. ഇതൊക്കെ അന്ന് അവരുണ്ടാക്കിയിരുന്ന നല്ല വലിയതായ ഓരോ കലാമായിരുന്നു. ഈ കലാമൊക്കെ പോയി ഖുർആനിൻ്റെ ശൈലി വന്നതോടുകൂടി, ഏത് ശൈലി? വലക്കും ഫിൽ ഖിസാസി ഹയാ എന്ന് വന്നതോടുകൂടി.
അപ്പോൾ അതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ്, അത് ലക്ഷ്യമായതുകൊണ്ടാണ് തുദ്റഉൽ ഹുദൂദ് ബിശ്ശുബുഹാത്ത് എന്ന് പറയുന്നത് പോലെ ഒരു വധശിക്ഷ സ്ഥിരപ്പെടണമെങ്കിൽ വലിയ പാടാണ്. അത് സ്ഥിരപ്പെടണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആളെ പിടിച്ചിട്ട് കാര്യമില്ല, ഇത് അംദനാവുന്നെന്ന് സ്ഥിരപ്പെടണം. അംദ് എന്ന് സ്ഥിരപ്പെടണം. ആളെ പിടിച്ചതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ കരുതിക്കൂട്ടിയ കാരണം കൊന്നേക്കുക, പക്ഷേ ഇത് കരുതിക്കൂട്ടിയാകുന്നു എന്ന് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞില്ലാക്കുക. കരുതിക്കൂട്ടലൊക്കെ മനസ്സിലുള്ളതല്ലേ? ഒരാൾ കരുതിക്കൂട്ടി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ കരുതിക്കൂട്ടൽ എവിടെ ഉള്ളതാ? അത് മനസ്സിലുള്ളതല്ലേ? അപ്പോൾ നമുക്ക് പൂർണ്ണമായ ഏത് കിട്ടണം? പിന്നെ തെളിവ് കിട്ടണം, ഇവൻ കരുതിക്കൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഇടയിൽ എന്ത് ചെയ്തു? വണ്ടി ഇടിച്ചു, മറ്റോ പോയിക്കാണ്ട് കുത്തിച്ചതാണ്. പക്ഷേ എന്ത്, പിന്നെ ഇവൻ ഇഖ്റാർ ചെയ്തില്ലെങ്കിൽ, ഞാൻ കരുതിക്കൂട്ടി കുത്തിച്ചതാണ് എന്ന് ഇഖ്റാർ ചെയ്യാത്ത കാലത്തോളം അത് സ്ഥാപിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അതിൻ്റെ ബ്രേക്ക് അങ്ങോട്ടായതേനു, സ്റ്റയറിങ് ഓടിച്ചപ്പോൾ കിട്ടിയില്ല, അവിടെ കുടുങ്ങി, അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ കഴിയും. അതുകൊണ്ട് അംദൻ എന്ന് പറയുന്നത് ഏതാ? അത് സ്ഥിരപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. സിന സ്ഥിരപ്പെടാൻ പ്രയാസമാണ് അല്ലേ? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഞാൻ വായിച്ചിടത്തോളം ഷഹാദത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടുകാണ്ട് ഒരു ഹദ് സിനയിൽ നടന്നിട്ടില്ല. ഇഖ്റാർ കൊണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഞാൻ വ്യഭിചരിച്ചു എന്ന് വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നടന്നിട്ടുള്ളത്. അല്ല 4 സാക്ഷികൾ ആ നിയമമൊക്കെ അനുസരിച്ച് കണ്ട കാരണത്താൽ ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഇത് വലിയ പ്രശ്നമല്ലേ? എങ്ങനെ കാണുക? കണ്ടാൽ തന്നെ 4 ആൾ കാണണം. ആ 4 ആൾ തന്നെ കണ്ടത് കൃത്യമായിരിക്കണം. 4 ആളെയും വെവ്വേറെ ചോദ്യം ചെയ്യണം. അവർ പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായാൽ 4 ആളെ പുറത്തും 80 അടി വീതം കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പം നമുക്ക് എന്തല്ല, ആളെ കൊല്ലുക എന്നുള്ളതല്ല. പിന്നെന്താ ഉദ്ദേശം? കൊല എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുക എന്നുണ്ട്, ഇവര് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ പരിശുദ്ധ ദീൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഏത്? ഈ ഖിസാസിൻ്റെ വിഷയം. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഖിസാസ് ഒരിക്കലും കൈകാര്യം ചെയ്യരുതെന്ന് പറയുന്നത്. ഹാക്കിമിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രമേ ഖിസാസ് എടുക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ പിതാവിനെ ഒരാൾ കൊന്നു, എനിക്ക് ഉറപ്പാണ് കൊന്നത് ഇന്നാളാണ്, എന്നാൽ ഹാക്കിമിലേക്ക് കേസ് ഉയർത്താതെ ഞാനത് സ്വന്തമായി കൈകാര്യം ചെയ്ത് അയാളെ പോയി കൊല്ലാൻ എനിക്ക് അനുവാദമില്ല. എന്താ കാരണം? അത് അത്രയും സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം. ഇയാൾ അംദാണോ, ശിബ്ഹംദാണോ, ഖത ആണോ എന്നൊക്കെ തെളിയേണ്ടതുണ്ട്. അംദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളൊക്കെ ഈ വിഷയം പഠിച്ച ആൾക്കാരാണോ? എന്തിനാ അംദ് പറഞ്ഞാൽ? കരുതിക്കൂട്ടി പറഞ്ഞാൽ എന്തായിരുന്നു? കരുതിക്കൂട്ടി പറഞ്ഞാൽ എന്തായിരുന്നു? വ്യക്തിയെ അവൻ അറിയും, ഇതൊരു മനുഷ്യനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മരിക്കാൻ സാധ്യതയുള്ള പണി ചെയ്തു. ആയുധം ഉണ്ടെങ്കിലും വേണ്ടില്ല, ഞാൻ കൈകൊണ്ടാണെങ്കിലും വേണ്ടില്ല, ഇടിച്ചാലും വേണ്ടില്ല. അപ്പോഴല്ലേ അംദാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഷർത്താണ്. ഒന്ന് ഫിഅല് ഓൻ കരുതണം, കൊല്ലുക എന്ന് കരുതണം, വ്യക്തിയെ കരുതണം. പിന്നെ മാ യഖ്തുലു ഗാലിബൻ, ഇത് കിതാബിലുള്ളതാണ്, ഇത് കുറേ വിശദീകരിക്കേണ്ട വിഷയമൊന്നുമില്ല. മാ യഖ്തുലു ഗാലിബൻ, ഗാലിബിനും ആൾ ജീവൻ പോകാൻ സാധ്യതയുള്ള പരിപാടിയാണ് അവൻ ചെയ്യേണ്ടത്. അപ്പോൾ ചൂരിലെടുത്തിട്ട് ചന്തിക്കൊന്ന് കൊടുത്തു, ആണ് മരിച്ചോടില്ല, അത് അംദാവില്ല. അങ്ങനെ ചൂരിലുകൊണ്ട് ചന്തി കിട്ടിയെന്നുള്ളതൊന്നും മരിച്ചില്ല. അല്ലെങ്കിൽ ഒരാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? പിടിച്ചിട്ട് ഒരു തള്ളുകളി വിചാരിക്കുക, അതിലോ മരിച്ചു എന്ന് വിചാരിക്കുക, അതൊക്കെ അംദാവില്ല. നേരെ മറിച്ച് ഇവനൊരു ഹാർട്ട് രോഗിയാണ്, അത് ഈ വ്യക്തിക്ക് അറിയാം, ഒരു ഇടിയാണ് കൊടുത്തു, മരിച്ചു, അത് അംദാണ്. ഈ വ്യക്തിക്കത് അറിയില്ല, സാധാരണ അങ്ങനത്തെ ഒരു ഇടിക്കൊന്നോ മരിക്കലില്ല, ഒരാൾ മരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശിബ്ഹംദാണ്. മനസ്സിലായോ? അംദും ശിബ്ഹംദും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. ഏത്? രണ്ടോടത്തും ഏതുണ്ട്? ആളെ കരുതലുണ്ട്, ജിനായത്തിന് കരുതലുണ്ട്. പക്ഷേ മാ യഖ്തുലുവായ നിലയിലുള്ള പണിയാണ് അംദിൽ. മറ്റേത് സാധാരണഗതിയിൽ മാ ലാ യഖ്തുലുവാണ്. മനസ്സിലായോ? ഒരു സൂചി എടുത്തുകൊണ്ട് കുത്തി, കോമ്പസ് എടുത്തുകൊണ്ട് കുത്തി, ഇരിക്കുന്നിടത്ത് ഇങ്ങനെ വെച്ചു,
ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊരു വിക്രസ് തരുമുണ്ട്. പോകാൻ അറിയാതിരുന്നു, അതിലെന്ത് ചെയ്തു, അണ്ട് കയറി, അതിൽ മരിച്ചു. ഇത് അംദൻ കൊലയാവില്ല. കാരണം ഇത് സാധാരണ അങ്ങനെ ചന്തിയും ഒരു സൂചി കയറി എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യൂല, മരിക്കൂല. നേരെ മറിച്ച് അതേ സൂചി തലച്ചോറിൽ കുത്തിക്കുക, അതേതാണ്, അംദനാണ്. കാരണം അവിടെ ആ സൂചി കുത്തിയാൽ മരിക്കലാണ് പതിവ്. അങ്ങനെയാണ്. അപ്പോൾ ഒരേ പ്രവർത്തനം തന്നെ അത് മർമ്മത്തിലാണോ മർമ്മത്തിലല്ലേ ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അംദനായിട്ടും ശിബ്ഹംദായിട്ടൊക്കെ മറിയും. അപ്പോൾ വ്യക്തിയെ കരുതണം. വ്യക്തിയെ കരുതാതിരിക്കൽ എങ്ങനെയാണ്? ഓൻ വേട്ടയാടാൻ പോവാണ്, മസലൻ അലാ സബീലിൽ മിസാൽ. അപ്പോൾ പൊന്തക്കാട്ടിൽ ഇങ്ങനെ ഇളകണുണ്ടു, അതൊരു മാനേക്കാരൻ വിചാരിച്ച് കണ്ട് ഓൻ വെടിവെച്ചു. അപ്പോൾ ആ ഇളകിയത് ഒരു മനുഷ്യന്, ഓനും മാനിനും നോക്കിയിരുന്നു. അവനും മാനിനെ നോക്കാൻ വേണ്ടി അവിടെ വിളിച്ചതായിരുന്നു എന്ന്. ഇതിപ്പോൾ ഏതാണ്? കൊല്ലാൻ വേണ്ടി തന്നെയാണോ വെടിവെച്ചേക്കുന്നത്? പക്ഷെ ഇത് മനുഷ്യനാണെന്ന് എന്ത് ചെയ്യൂല, അറിയില്ല. അപ്പോൾ ഫിഅല് കരുതണം, ആളെ കരുതണം, മാ യഖ്തുലു ഗാലിബൻ ആവുകയും വേണം. അപ്പോൾ മാത്രമേ അംദാവുകയുള്ളൂ. അംദിൽ മാത്രമേ ഖിസാസുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ശിബ്ഹംദ് എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ മാലിക്കി മദ്ഹബിലില്ല. ഓലക്കാകെ രണ്ടുള്ളൂ കൊല, ഒന്നുകിൽ അംദ് അല്ലെങ്കിൽ ഖത്ത്. നമ്മൾ പറയുന്ന ശിബ്ഹംദൊക്കെ ആ മദ്ഹബിൽ അംദാണ്. ഈ മായക്കത്തിലും മാലായക്കത്തിലും ഒന്നുമില്ല. പിന്നെ കരുതി കൂട്ടി ഒരാളെ കൊല്ലണം എന്ന നിലയിൽ ഒരു പ്രവർത്തനം നടത്തിയാൽ അത് മായക്തുൽ കൊണ്ടാണെങ്കിലും മാലായക്തുൽ കൊണ്ടാണെങ്കിലും അത് അംദാണ്. അതിൽ ഏതുണ്ട്? ഖിസാസുണ്ട്. അവർ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ രണ്ടേ പറഞ്ഞിട്ടുള്ളൂ. മൻ യഖ്തുൽ മുഅ്മിനൻ ഖതഅൻ എന്നൊരിടത്തുണ്ട്, മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു എന്നുണ്ട്. അങ്ങനെ ഖതഅ അംദ് എന്ന് പറഞ്ഞ് രണ്ട് തരംതിരിവ് മാത്രമേ ഇവിടെയുള്ളൂ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. അതുപോലെ ശിബ്ഹംദാണെങ്കിൽ ദിയത്താണ്. ദിയത്ത് എന്ന് പറയുന്നത് ജീവന്റെ വിലയാണ്. ജീവന് വില കണക്കാക്കാനൊന്നും കഴിയൂല. എന്നാലും ഈ ജീവൻ പോയതുകൊണ്ട് അനന്തരാവകാശികൾക്ക് നഷ്ടമുണ്ടായല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ജീവന്റെ വില കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലഡ് മണി എന്നാണല്ലോ അതിന് പറയല്, ബ്ലഡ് മണിയാണല്ലോ. അതിപ്പോൾ സൗദി അറേബ്യയിൽ ഖത്ത എന്ന നിലക്ക് കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു 3 ലക്ഷം റിയാലാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ 3 ലക്ഷം റിയാൽ ഒരു 65-70 ലക്ഷം ഉറുപ്പിക കിട്ടും. അവൻ കാലാകാലോടെ പണിയെടുത്താൽ പത്രം കിട്ടൂല. അംദനാണെങ്കിൽ അല്ലെങ്കിൽ ശിബ്ഹംദാണെങ്കിലൊക്കെ അതിനേക്കാളും കൂടും, അതിനനുസരിച്ചൊക്കെ കൂടും. അത് 100 ഒട്ടകത്തിൻ്റെ വിലയാണ്. മാത്രമല്ല ഈ അംദ് എന്ന നിലക്ക് ഖിസാസ് എടുക്കണമെങ്കിൽ കൊന്നത് മനുഷ്യനെ ആവണം, ഒന്ന് ഹയാത്തുള്ള ആളാവണം. മരിച്ച ആളാവും പോയി കണ്ട് പിന്നെ എന്ത് ചെയ്തു, കഷ്ണിച്ചു വെക്കുക, അതിന് ഖിസാസ് ഉണ്ടാവില്ല. അതിന് മണ്ടക്ക് കിട്ടും, തഹസീർ എന്നാ പറയാ, ശിക്ഷിക്കുന്നു. കാരണം ഇവർ മയ്യത്തിൻ്റെ ഹുർമത്തിനെ എന്ത് ചെയ്തു, ഇല്ലാതെയാക്കിയില്ലേ. പക്ഷേ അതിന് ഖിസാസ് ഉണ്ടാവില്ല. മഅസൂമാവണം. എന്താ മഅസൂം? അയാളെ രക്തത്തിന് ജീവന് വിലയുള്ളതാവണം. ജീവന് വിലയില്ലാത്ത ആളാണെങ്കിൽ പിന്നെ കൊന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, അത് ഇവനെ തിരിച്ചു കൊല്ലൂല. ഇനി ഇവന് കൊല്ലാൻ അധികാരമില്ല എന്ന് സങ്കല്പിക്കുക, എന്നാൽ പോലും അതിന് തഅസീറേ ഉണ്ടാവുള്ളൂ. ഏതുണ്ടാവില്ല? ഖിസാസ് ഉണ്ടാവില്ല. മനസ്സിലായോ? എങ്ങനെയാണ് മഅസൂമാവല്? ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മത്ത് പറഞ്ഞാൽ എന്താ? മഅസൂമാവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ അമാൻ. ഒന്നുകിൽ ആൾ മുസ്ലിം ആവുക, അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്ത് അമാനോടുകൂടെ ജീവിക്കുന്നവനാവുക. ഇതാണ് ഇസ്മത്തിന് കാരണം. ദാറുൽ ഇസ്ലാമിലാവുക, ദാറുൽ ഹർബിലാവുക എന്നതല്ല. ഹനഫി മദ്ഹബ് അങ്ങനെയാണ്. ദാറുൽ ഇസ്ലാമിലാവുക, ദാറുൽ ഹർബിലാവുക എന്നുള്ളതാണ് മാനദണ്ഡം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ ദാറുൽ ഹർബിലേക്ക് പോയി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു മുസ്ലിമിനെ കൊന്നു സങ്കല്പിക്കുക.
ഖിസാസില്ലവരെയൊക്കെ. കാരണം ദാറുൽ ഹർബിലായതോടുകൂടെ അവൻ ഏത് ഇസ്മത്തുള്ള ആളെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കസ്റ്റഡിയിലാണ് ആരുള്ളത്? ഇവനുള്ളത്. അത് അവരുടെ മദ്ഹബാണ്. അത് നമുക്ക് ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ മദ്ഹബിൽ എങ്ങനെയാണുള്ളത്? നമ്മളെന്നല്ല, ജുംഹൂറിൻ്റെ മദ്ഹബിലുള്ളത് ഇസ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ അമാൻ. മനസ്സിലായോ? ഇസ്മത്ത് എപ്പോഴാണ് നോക്കുക? ഇവൻ പ്രവർത്തിച്ച സമയത്താണ് ഇസ്മത്ത് നോക്കുക. ഒരാൾ മറ്റേയാളെ കുത്തി ആശുപത്രിയിലായി, 4 ദിവസം കഴിഞ്ഞ് മരിച്ചു, ICUയിലായിരുന്നു. അപ്പോൾ ICUയിലായ സമയത്ത് ഓൻ മുർത്തദ്ദായിക്കുക. ആര്? മരിച്ച ആൾ. അങ്ങനെ കുത്തുകൊണ്ട സമയത്തോ മുസ്ലിമാണ്, ജീവൻ പോയപ്പോൾ ഏതാണ്? കാഫിറാണ്. എന്നാൽ ഈ കുത്തിയ ആളെ കൊല്ലൂലേ? കൊല്ലും. ഇസ്മത്ത് കണക്കാക്കുന്നത് എപ്പോഴാണ്? അത് ഈ ഏത് സമയത്താണ്? ഈ ഫിഇലിൻ്റെ സമയത്തും, 2 സമയത്തും വേണം. അങ്ങനെയല്ല, 2 സമയത്തും വേണം. ഇസ്മത്ത് എന്ന് പറയുന്നത് ഈ ഫിഇലിൻ്റെ സമയത്തും മൗത്തിൻ്റെ സമയത്തും ആൾ മാസൂമാവണം, അല്ലെങ്കിൽ ദിയത്തെ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളെ മതം. പിന്നെ എല്ലാവരുടെ അടുക്കലുള്ളതാണ്. കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരാളെ കൊന്നാൽ തിരിച്ചെല്ലാവരും കൊല്ലും. അതിൽ 4 മദ്ഹബിലും ഖിലാഫൊന്നുമില്ല. ലൗ അന്ന അഹ്ല സ്വൻആ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വൻആയിലുള്ള ആളുകൾ മുഴുവനും തമാലഉ അലൈഹി ലഖതൽതുഹും, എല്ലാവരും കൂടിയിട്ട്, അത് അന്നൊരു സംഭവം ഉണ്ടായതാണ്. ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ആഗ്രഹിച്ചപ്പോൾ സ്ത്രീയുടെ കുട്ടി തടസ്സമായി. അപ്പോൾ സ്ത്രീയുടെ കുട്ടീനെ എന്ത് ചെയ്തു? കാമുകനും കാമുകൻ്റെ സുഹൃത്തും പെണ്ണിൻ്റെ ആൾക്കാരിലൂടെ കൂടിക്കാണ്ട് എന്ത് ചെയ്തു? കൊന്നതാണ്. എല്ലാവരും തിരിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ പ്രസിദ്ധമായ വാക്കുണ്ടായത്. ഈ സ്വൻആയിൽ ആളുകൾ മുഴുവനും കൂടി തമാലഉ അലൈഹിയാണെങ്കിൽ എന്ത്? എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന വിഷയം പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ, ഇനി തിരിച്ചാണെങ്കിലോ, ഒരാൾ കുറേ ആൾക്കാരെ കൊന്നാലോ? എന്താ ചെയ്യുക? ഇതിപ്പോൾ കുറേ ആൾക്കാർ കൂടി ഒരാളെ കൊന്നതാ അപ്പോൾ പറഞ്ഞത്. ഇനി ഒരാൾ കുറേ ആളുകളെ കൊന്നു, ഒരാൾ കുറേ ആൾക്കാരെ കൊന്നു, ഒരു വരിയായി 100 ആളെ കൊന്ന കഥയൊക്കെ ഉണ്ടല്ലേ അത് നമ്മളെ ഹദീസിൽ, തൗബൻ്റെ ബാബിൽ. അങ്ങനെ വരിയായി കൊന്നു. അപ്പം എന്താ ചെയ്യുക? അപ്പം എന്താ ചെയ്യണേ? എല്ലാവർക്കും കൂടി വേണ്ടി ഇവനെ കൊല്ലുകയാണോ ചെയ്യുക? അതല്ല ഒരാൾക്ക് വേണ്ടി കൊല്ലുകയാണോ ചെയ്യുക? അതല്ല ആർക്ക് വേണ്ടിയും കൊല്ലില്ല. എങ്ങനെ നമ്മൾ കിതാബിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇയാളെ കൊല്ലും ചെയ്യുക, പിന്നെ അയാളേക്കുന്ന ദിയത്ത് വാങ്ങും ചെയ്യുക. അങ്ങനെയാണ്. എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാത്തതിനെ പറ്റി? ഇയാളെ കൊല്ലും ചെയ്യുക, എന്നിട്ട് ഇയാളേക്കുന്ന ദിയത്ത് വാങ്ങും. അപ്പോൾ 2 ശിക്ഷ ഒന്നിച്ചു കൊടുക്കുക. എങ്ങനെയുള്ളത്? ഇവിടെ ജുംഹൂറും പറയുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് പകരമേ ഇയാളെ കൊല്ലും. അത് ഇയാൾ മുറത്തബായിട്ടാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ ആൾക്ക് പകരം കൊല്ലും. മാൻ ഒന്നിച്ച് ബോംബ് വെച്ചിട്ട് ആരാ ആദ്യം ആരാ പിന്നൊന്നും അറിയില്ല, ഒന്നാച്ചാൽ പോയി. അങ്ങനെയാണെങ്കിൽ ഖുർആൻ അവിടെ കുറേ ഉണ്ടാക്കും. ഇത് നറുക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല കുറേ ഇല്ല, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകണ്ടല്ലേ അത് കുറേ. നമ്മളെ മദ്രസയിലും പള്ളിയിലൊക്കെ കമ്മിറ്റിയൊക്കെ എന്ത് ചെയ്യും? കുറേ അറബിയല്ലേ കുറേ? ഖുർആത്ത് കുറേ, അതാണ് കുറേ. അപ്പോൾ ഖുർആത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരാൾക്ക് പകരം ഇയാളെ കൊല്ലും. ബാക്കിയുള്ള ആളുകളൊക്കെ ഇയാൾ എന്ത് ചെയ്യണം? ദിയത്ത് കൊടുക്കണം. അവിടെയും ഹനഫി മദ്ഹബ് വ്യത്യാസമുണ്ട്. ഹനഫി മദ്ഹബിൽ പറയുന്നത് 2 ശിക്ഷ ഒന്നിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ ദിയത്ത് വാങ്ങുക. കൊല്ലുകയാണെങ്കിൽ അത് എല്ലാവർക്കും പകരമായിട്ടാണ് ഈ കൊല്ലൽ.
പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് ഇയാളൊക്കെ ദിയത്ത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് എന്തായി? ഇയാളെ ജീവൻ കളയുകയും ചെയ്തു, പിന്നെ ദിയത്ത് വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് ശരിയല്ലല്ലോ. ഈ ഖിസാസിൻ്റെ വിഷയത്തിൽ ശാരിഅ വളരെയധികം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കുറേ കാരണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തികൾക്ക് നേരിട്ട് എന്ത് ഏറ്റെടുക്കാൻ പാടില്ല? ഖിസാസ് ഏറ്റെടുക്കാൻ പാടില്ല. അത് ഹാക്കിമിൻ്റെ അടുക്കൽ സ്ഥിരപ്പെടുകയും ഹാക്കിം അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അങ്ങനെയൊക്കെ ഖിസാസിന് ഇയാൾക്ക് സാധിച്ചാൽ പോലും ഖിസാസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇളവ് ചെയ്യലാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഅൻ തഅഫു ഖൈറുൽ ലക്കും, അങ്ങനെയല്ലേ ഉള്ളത്? അല്ലേ? വിശുദ്ധ ഖുർആൻ എങ്ങനെയുള്ളത്? വഅൻ തഅഫു ഖൈറുൽ ലക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയാളെ തിരിച്ചു കൊല്ലാൻ കഴിയുകയാണെങ്കിൽ പോലും നിങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ എന്നുണ്ട് ഒരിടത്ത്. നിങ്ങൾ ഇതിൽ ആഫിലിങ്ങളൊന്നുമില്ല കുട്ടികളെ? ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇല്ലേ? അത് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ, ആരെങ്കിലും മദ്ലൂമായിട്ട് കൊല്ലപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന, അയാളുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊല്ലുവാനുള്ള അധികാരം നാം കൊടുത്തിട്ടുണ്ട്. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, പക്ഷേ തിരിച്ചു കൊല്ലുന്നതിൽ ഇസ്രാഫ് ചെയ്യരുത്. എന്താ? കൈവിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെ കൈവിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമിതമായി ചെയ്യുക എന്നുള്ളതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹാക്കിമിൻ്റെ അടുക്കൽ ഇത് സ്ഥിരപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ വാരിസ്യങ്ങൾ കുറേ ആളുണ്ട്, ആരെങ്കിലുമൊക്കെ ഇതിന് ഇളവ് ചെയ്യുകയോ ഇല്ലെന്ന് അറിയുന്നതിന് മുമ്പ് പോയിട്ട് എന്ത് ചെയ്തു? കൊന്നു. അല്ലെങ്കിൽ കൊന്നതിന് ശേഷം പിന്നെ ഈറ പോക്കാൻ വേണ്ടി അവൻ്റെ മൂക്കും ചെവിയൊക്കെ അരിഞ്ഞെടുത്തു, അല്ലേ? മുസ്ലത്ത്. ഇതൊക്കെ ഏതാണ്? ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഇസ്ലാം അങ്ങേയറ്റത്തെ ഇഹ്തിയാത്ത് പാലിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇന്ന ആളാണ് കൊന്നത് എന്ന് 100% വാരിസിന് ഉറപ്പാണെങ്കിൽ പോലും ഹാക്കിം മുഖേനയല്ലാതെ, ഹാക്കിമിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട് കൊണ്ടല്ലാതെ ഇതെന്ത് ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിലും ഹാക്കിമിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും വഅൻ തഅഫു ഖൈറുൽ ലക്കും, നിങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മറ്റൊടുത്ത് ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, ഖത്ൽ നിങ്ങൾ ഇസ്രാഫ് ചെയ്യാനൊന്നും പാടില്ല. 3, ഇതിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്നതിന് 3, എല്ലാ വാരിസ്യങ്ങളും ഒരുപോലെ അംഗീകരിച്ചാൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അപ്പം ഇയാൾക്ക് വാരിസ്യങ്ങൾ കുറേ ഉണ്ട്, ഒരു 25 ആൾ വാരിസ്യങ്ങളുണ്ട്, 24 ആളും പറഞ്ഞത് ഇയാളെ കൊല്ലണം എന്നാണ്, ഒരാൾ മാത്രമാണ് പറഞ്ഞത് ഇയാളെ കൊല്ലണ്ടെന്ന്. എന്നാൽ എന്താ ചെയ്യുക? കൊല്ലാൻ പാടില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ പിന്നെ ഒരു വാരിസ് ചെറിയ കുട്ടിയാന്ന് വിചാരിക്കുക, ഉപ്പാനെ കൊന്ന പിന്നെ ഉപ്പാൻ്റെ ഒരു വാരിസ്, അതായത് ഒരു ആൾ 1 വയസ്സായ കുട്ടിയാണ്. എന്നാൽ 14 വർഷം ഇയാളെ കൊല്ലാൻ പാടില്ല, തിരിച്ചു കൊല്ലാൻ പാടില്ല. കാരണം ഈ കുട്ടി വലുതായതിൻ്റെ ശേഷം ചോദിക്കണം, നീ മാപ്പ് കൊടുക്കുന്നുണ്ടോ ഇല്ല. ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. 5 വയസ്സാകുമ്പോൾ ചോദിച്ചിട്ടും കാര്യമില്ല, 10 വയസ്സാകുമ്പോൾ ചോദിച്ചിട്ടും കാര്യമില്ല. 15 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രായപൂർത്തിയാവുകയോ ചെയ്തതിൻ്റെ ശേഷം ചോദിക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? മാപ്പ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കൊല്ലാൻ പാടില്ല. അപ്പോൾ അതുവരെ ഇയാൾ എന്താ ചെയ്യുക? തടവിലിടണം. അതിനല്ലേ ജയില്, തടവിലിടണം. നമ്മൾ ആ റഹീമിൻ്റെ കേസ് ഇത്ര കാലം നീണ്ടുപോകാൻ തന്നെ കാരണം ഒന്ന് അതാണ് പറയപ്പെടുന്നത്. ഈ കൊല്ലപ്പെട്ട ആളുടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അള്ളാഹു ആലം, എനിക്കറിയില്ല, കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത് കുറേ കാലം മുമ്പത്തെ കേസാണ്.
പിന്നെ മറ്റൊന്ന് ഇതിൽ സൂക്ഷ്മത. ഉപ്പയാണ് മകനെ കൊന്നതെങ്കിൽ തിരിച്ചുപ്പാനെ കൊല്ലുന്നില്ല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? വാലിദിനെ തിരിച്ചു കൊല്ലൂല. കാരണം ഈ മകൻ ഉണ്ടാവാൻ കാരണം ഉപ്പയാണ്. പിന്നെ ഉപ്പ ഇല്ലാതിരിക്കാൻ കാരണം മകനാവാൻ പറ്റൂലല്ലോ. എങ്ങനെ? ഈ മകൻ ഉണ്ടാവാൻ കാരണം ഉപ്പയല്ലേ? പിന്നെ ഉപ്പ ഇല്ലാതിരിക്കാൻ കാരണം മകനാവാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തിരിച്ചു കൊല്ലൂല. മറ്റൊന്ന്, ശുബ്ഹകളുണ്ടെങ്കിൽ തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം എന്നത് പ്രധാനമാണ്. ഒരാളെ കൊല്ലുന്നതിൽ, ഒരാളെ മേലെ ഹദ്ദ് നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഹദ്ദ് നടപ്പാക്കാൻ വല്ല വഴിയുണ്ടോ എന്നല്ല നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ഖിസാസ് നടപ്പാക്കാൻ വല്ല വഴിയുണ്ടോ എന്നല്ല നോക്കുക. പിന്നെ നടപ്പാക്കാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് നോക്കുക. അവിടെയാണ് നമ്മളെ താല്പര്യം മനസ്സിലാവുന്നത്. ഏതെങ്കിലും നിലയിൽ നടപ്പാക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ചില തത്വങ്ങളുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ആ തത്വങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. രക്ഷിതാവില്ലാത്ത കുട്ടികളുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഇസ്ലാമിൻ്റെ ഇതുപോലെയുള്ളൊരു പൊതു നയ ഞാൻ പറയുന്നത്. നോക്കാനാളില്ലാത്ത, നിയന്ത്രിക്കാനാളില്ലാത്ത, രക്ഷിതാവില്ലാത്ത കുട്ടികളുണ്ടാവരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് രക്ഷിതാവ് അറിയപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് ആരാ വാപ്പാന്നറിയില്ല, ആ കുട്ടിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ നാട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു നോക്കുക, അത് ഇസ്തിൽഹാഖാണ്. അതോടുകൂടി എന്തായി? അവൻ്റെ കുട്ടിയായി സ്ഥിരപ്പെട്ടു. അതിന് കൂടുതൽ പണിയൊന്നുമില്ല. ഒരു തമ്മിൽ പ്രായം കൊണ്ട് എന്ത് ചെയ്യണം? അവൻ്റെ കുട്ടിയാവാനുള്ള ഒരു ഡിസ്റ്റൻസ് വേണം. പിന്നെ ഈ കുട്ടിക്ക് ഇപ്പം അറിയപ്പെട്ടതാവാൻ പാടില്ല. ഞങ്ങളാരെങ്കിലും കുടിച്ചാണ്ട് എൻ്റെ കുട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിട്ട് വിട്ടാൽ അത് നിങ്ങൾക്കൊക്കെ വാപ്പാരില്ലേ? ഇതറിയപ്പെടാത്തതായിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ കുട്ടിയെന്ന് നമ്മൾ ചോദിക്കണ്ട. അത് ചിലപ്പോൾ അവന് കാസർഗോഡ് പോയി അല്ലെങ്കിൽ വയനാട്ടിൽ പോയി പെണ്ണിട്ട് കണ്ട് അവിടെ നിന്നുണ്ടായ കുട്ടിക്കാരാന്നപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? യസ്ബുത്തുൻ നസബു ബി അദ്നാ സബബിൻ വലാ യൻതഫി ഇല്ലാ ബി അഖ്വാ സബബിൻ. നേരെ മറിച്ച് ഒരാൾക്ക് അവൻ്റെ ഭാര്യയിലൊരു കുട്ടി ഉണ്ടായി, അത് ശറഅ് പറയുന്നത് ഓൻ്റെ കുട്ടിയാന്നാ അല്ലേ? ഷാരീൻ്റെ കണക്കിന് ഓൻ്റെ കുട്ടിയല്ലേ? പക്ഷെ ഓൻ ഉറപ്പാണ് 4 കൊല്ലമായിട്ട് പെണ്ണുങ്ങളൊന്നും തൊട്ടിട്ടേ ഇല്ല. ഓനല്ലേ പെണ്ണുങ്ങളെ തൊടുന്ന ആൾ? മിയാ ഓൻ ഉറപ്പാണ് 4 കൊല്ലമായിട്ട് ആ പെണ്ണിനെ തൊട്ടിട്ട് പോലുമില്ല. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടി ഉണ്ടായത്. ഷാരി പറയുന്ന എൻ്റെ കുട്ടിയാണ്. കാരണം നിൻ്റെ ഭാര്യയാണ്, നീ ആ ഭാര്യയോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് നിൻ്റെ കുട്ടിയാണ്. ഇനി അത് ഓൻ്റെ കുട്ടി അല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? വലിയ പാടാണ്. കുട്ടി അവൻ്റെതാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് അവൻ്റേതല്ലാതിരിക്കണമെങ്കിൽ വമ്പിച്ച പാടാണ്. ലിആൻ എന്ന് പറയുന്ന ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് നീങ്ങണം. അല്ലാതെ എൻ്റെ കുട്ടിയെല്ലാവരുടെ കാര്യമില്ല, DNA ടെസ്റ്റ് എടുത്തിട്ടും കാര്യമില്ല, ലിആനിലേക്ക് നീങ്ങണം. അപ്പോൾ ഇതെൻ്റെ കുട്ടിയല്ല എന്ന് പറയണം. അത് പറയലോട് കൂടെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞതുപോലെയായി. അപ്പോൾ ഇവൻ ഖാദിഫായി. അപ്പോൾ ഇവൻ 80 അടി കിട്ടും. ആ അടി ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവൻ ലിആൻ ചെയ്യണം. ആ ലിആൻ ചെയ്യലോട് കൂടെ ഓള് വ്യഭിചാരിയാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവളെ തൊട്ടത് റദ്ദ് ചെയ്യണമെങ്കിൽ ലിആൻ പറഞ്ഞാൽ സ്വന്തം നഫ്സിനെതിരെ എന്ത് ചെയ്യാണ്? സ്വന്തം നഫ്സിനെതിരെ എന്ത് ചെയ്യാണ്? ശാപം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എന്തോരം ഇടങ്ങേറുണ്ട്. ഒരു കുട്ടി അവൻ്റെതാണ് എന്ന് ബാഹ്യമായി സ്ഥിരപ്പെട്ട ഒരു കുട്ടി അവൻ്റേതല്ലാതാക്കണമെങ്കിൽ ഒരു പ്രയാസം നോക്കണം. നേരെ മറിച്ച് അവൻ്റെതല്ലാത്തൊരു കുട്ടി അവൻ്റെത് ആവണമെങ്കിൽ എത്ര എളുപ്പമുണ്ട്. അതാ യസ്ബുത്തുൻ നസബു ബി അദ്നാ സബബിൻ വലാ യൻതഫി ഇല്ലാ ബി അഖ്വാ സബബിൻ. അതെന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ വ്യവസ്ഥ ശരിക്കും നിലനിൽക്കണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. മറ്റേ ക്രിമിനലുകൾ മുഴുവൻ ഉണ്ടാകുക അങ്ങനെയാണ്. എങ്ങനെ? നോക്കാൻ ആളില്ലാത്ത, ആളോടമില്ലാത്ത കുട്ടികളുണ്ടാവുമ്പോഴാണ്. അതേപോലെ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താ പറയുക? ഏതെങ്കിലും വിധേന ഒരാളെ കൊല്ലാൻ വല്ല വഴി ഉണ്ടാക്കുമോ പറ്റുമോന്നല്ല, പിന്നെ ഇവനെ കൊല്ലാതിരിക്കാൻ വല്ല വഴിയും ഉണ്ടാക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് ശുബ്ഹകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒഴിവായി പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഖിസാസിൻ്റെ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാം സൂക്ഷ്മത പാലിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് എന്തേനു എന്ന് പറഞ്ഞാണ് ഒന്ന് ഹാക്കിമിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതായത് കൊന്നത് ഇന്ന ആളാണ് എന്ന് 100% എനിക്ക് ഉറപ്പാണെങ്കിൽ പോലും ഞാനത് കൈകാര്യം ചെയ്യാൻ പാടില്ല. 2, ഇങ്ങനെയൊക്കെയാണെങ്കിലും അഫു ചെയ്യാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, കൊല്ലാനല്ല. 3 വാരിസ്യങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അവകാശം കൊടുത്തു. അതിൽ ഏതെങ്കിലും ഒരു വാരിസി വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? നടപ്പാക്കപ്പെടാൻ പാടില്ല. 4
വാപ്പയാണെങ്കിൽ അതുപോലെയുള്ള പിന്നെ പിതാവാണെങ്കിൽ കൊല്ലാൻ പാടില്ല. പിന്നെ ശുബഹകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകുവാൻ വല്ല വഴിയുമുണ്ടെങ്കിൽ അതാകുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കല്ല, കുറച്ചും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ ഖിസാസ് ഇപ്പോൾ സ്ഥിരപ്പെട്ടു, അങ്ങനെ ഇവൻ കൊല്ലപ്പെട്ടു, അതൊരു വഴി. ഇനി ഖിസാസ് സ്ഥിരപ്പെടാത്ത വിഷയങ്ങളുണ്ട്. ഖിസാസ് സ്ഥിരപ്പെട്ടെടുത്ത് തന്നെ കൊല്ലലിന് പകരം ദിയത്ത് തിരഞ്ഞെടുക്കുന്നതുണ്ട്. ഞാൻ മാപ്പ് കൊടുത്തു പറഞ്ഞാൽ ദിയത്ത് കിട്ടൂല കേട്ടോ, കിട്ടൂല. ഖിസാസ് ഉള്ള ഒരാൾക്ക് വാരിസ് വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞു, എന്നാൽ ഖലാസ് ഏതുമില്ല, കൊല്ലാനും പറ്റില്ല, ദിയത്തും കിട്ടില്ല. അംദൻ നിലക്കുള്ള കൊലയാണെങ്കിൽ ദിയത്ത് കിട്ടണമെങ്കിൽ അത് പറയണം, എന്ത്, ഞാൻ ദിയത്തിൻ്റെ മേൽ അയാൾക്ക് മാപ്പ് കൊടുത്തു, അപ്പോഴയാൾക്ക് ദിയത്ത് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഷിബ്ഹംദാണ് അല്ലെങ്കിൽ ഏതാണ്, ഷിബ്ഹംദാണ് അല്ലെങ്കിൽ ഏതാണ്, ഖത ആണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ ഏതാണ്, ഈ ദിയത്താണ് സ്ഥിരപ്പെടുന്നത്. ഈ ദിയത്തിൻ്റെ സംഗതി എന്താണ്? ഇവൻ്റെ ജീവൻ്റെ വില എന്ന് നമുക്ക് പറയാം, പക്ഷെ ജീവൻ ഒരിക്കലും നമുക്ക് വില കണക്കാക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇവൻ്റെ ജീവൻ പോയത് കൊണ്ട് അവൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, അവൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പിന്നെ പ്രയാസം, അത് ദൂരീകരിക്കാനുള്ളൊരു വില എന്ന നിലക്കാണ് കണക്കാകുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ ദിയത്ത് പുരുഷൻ്റെ പകുതിയാവുന്നത്. ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് മരിച്ചതെങ്കിൽ അത് മുഖേന ആ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം ചെറുതല്ല. സ്ത്രീയാണെങ്കിലോ ഒരു വ്യക്തി എന്ന നിലക്ക് പിന്നെ ആണും പെണ്ണിനൊക്കെ ഏതുണ്ട്, ഒരേപോലെ തന്നെ മൂല്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് ജീവൻ്റെ വില എന്ന നിലക്ക് മാത്രമല്ല നമ്മൾ കണക്കാക്കുന്നത്. ഈ വ്യക്തിയുടെ തിരോധാനം, ഈ വ്യക്തിയുടെ അഭാവം ഈ കുടുംബത്തെയും കുടുംബത്തിൻ്റെ ജീവിതത്തെയും എപ്രകാരം അത് ബാധിക്കും, സ്വാധീനിക്കും. അത് പൊതുവിൽ പുരുഷൻ പോയാലാണ് കുടുംബത്തിൻ്റെ അത്താണി എന്ത് ചെയ്യുക, മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോവുക. ആ ഒരു ഭാഗം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുരുഷൻ എന്ത് ചെയ്യുന്നത്, മാല് കൊടുക്കുന്നതിൽ കൂടുതൽ കൊടുക്കുന്നത്, പുരുഷൻ്റെ ബ്ലഡ് മണി കൂട്ടിയത്. നേരെ മറിച്ച് ഈ ആണ് പെണ്ണ് വ്യത്യാസം, ആണ് പെണ്ണ് എന്ന കാരണത്താലാണ് വ്യത്യാസമെങ്കിൽ ഒരാണ് ഒരു പെണ്ണിനെ കൊന്നാൽ തിരിച്ച് ആണിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയേണ്ടിയിരുന്നല്ലോ. ഈ ആണ് പെണ്ണ് എന്ന നിലയിലാണ് നാം വ്യത്യാസം കണക്കാക്കിയിരുന്നതെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വധിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പുരുഷനെ വധിക്കൂല, കാരണം അതേതാണ്, സ്ത്രീയാണ്, ഇത് പുരുഷനാണ്, തിരിച്ചു കൊല്ലൂല എന്ന് പറയേണ്ടിയിരുന്നല്ലോ. അത് പറയുന്നില്ലല്ലോ. ഖിസാസ് ഏതാണ്, ഒരു പുരുഷൻ സ്ത്രീയെ കൊന്നാൽ തിരിച്ച് ഈ പുരുഷനെ കൊല്ലോല്ലേ, കൊല്ലും. അപ്പൊ ജീവൻ എന്ന നിലക്ക് നോക്കുമ്പോൾ രണ്ട് ജീവനും ഒരേ മൂല്യം തന്നെയാണ്. അതേസമയം ഈ ജീവന്റെ വില എന്ന നിലയിൽ നാം വില കണക്കാക്കുന്നതിൽ വെറും ഒരു ജീവൻ മാത്രമല്ല, ഇവന്റെ പിന്നെ ഈ മരണം കൊണ്ട് കുടുംബത്തിലും മറ്റുമുണ്ടാവുന്ന ഈ പൊതുവായ നഷ്ടം നോക്കുമ്പോൾ പൊതുവിൽ പുരുഷന്മാർക്കാണ് അതിലേതുള്ളത്, സ്ത്രീകളെക്കാളും നഷ്ടമുണ്ടാവുക പുരുഷൻ മരിച്ചാലാണ്. അതുകൊണ്ടാണ് അപ്പം ഇനി എവിടെയെങ്കിലും ഒരിടത്ത് ഉസ്താദെ അവിടെ ആ പെരയിൽ ആ ആണിനെ ഒന്നിനും കൊള്ളൂല, ആ പെണ്ണാണ് മൊത്തം പെര കൊണ്ടുകിടക്കുന്നത്, അപ്പം ഞാൻ പെണ്ണിനെ കൊന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ കൊടുക്കേണ്ടത്, അങ്ങനെ ചോദിക്കരുത്. ഞാൻ പൊതുവിലാണ് പറഞ്ഞത്, പൊതു നിയമമാണ് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചുണ്ടാവുമോ അതല്ല ഇവിടെ വിഷയം. പൊതുവിൽ എങ്ങനെയാണ്, നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ പറയും എങ്ങനെയാണ്, ആ പുരുഷനാണ് വീടിൻ്റെ സാമ്പത്തിക ഭാരം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ പുരുഷനെ കൊല്ലുകയാണെങ്കിൽ സാമ്പത്തിക സഹായം കൂടുതലായിട്ട് വേണ്ടി വരും. സ്ത്രീയാവുമ്പോൾ അത്ര കൊടുക്കുന്നില്ല. അത് സ്ത്രീയെ അപമാനിക്കലോ ചെറുതാക്കലോ ഒന്നുമല്ല, അത് പുരുഷൻ്റെ ദൗത്യം വലുതായി കാണലാണ്. മനസ്സിലായോ? പിന്നെ ഒരു മുസ്ലിം കൊല്ലപ്പെടുകയാണെങ്കിൽ ആ മുസ്ലിമിന് കൊടുക്കുന്ന അത്ര തന്നെ മൂല്യം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആർക്ക് കൊടുക്കുന്നില്ല, ദിമ്മത്തിൻ്റെ അഹലുകാർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ദിയത്തിൻ്റെ സുലുസാണ് ഒരു ദിമ്മിൻ്റെ ദിയത്ത്. ഒക്കെ കിതാബിലുള്ള ഒക്കെ വളരെ വ്യക്തമായ വിഷയങ്ങളാണ്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഒരു മുസ്ലിമിന് 100 ഒട്ടകമാണ്. അപ്പോൾ ഒരു ദിമ്മിയിന് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? 33 1/3. ഈ പഴയ ആലിമ്യങ്ങൾ പറഞ്ഞാൽ മതി, എന്നാലും എന്തെങ്കിലും അറിയോ, പിന്നെ പേക്കൂല. 33 ഒട്ടകവും
ഒരൊട്ടകത്തിൻ്റെ മൂന്നിലൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാം. നേരെ മറിച്ച് 33.3333 പറഞ്ഞിട്ടൊരു ഒട്ടകമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോഴത്തെ ഈ പുതിയ കണക്കുണ്ടല്ലോ, കാൽക്കുലേറ്റർ ഉള്ള കണക്ക് 33.333333 അങ്ങനത്തെ ഒരു ഒട്ടകം കിട്ടൂലേ. നേരെ മറിച്ച് ഒരു ഒട്ടകത്തിൻ്റെ മൂന്നിലൊന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ കഴിയും. 3 ആളും കൂടി ഒരു ഒട്ടകത്തിൽ കൂറായി. 3-1 പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമ്മളെ പഴയ കാലത്തെ കിതാബിലൊക്കെ ഇബാറത്ത് അങ്ങനെയാണ്, സുലുസ്. അപ്പം ഇതാണ്, അത് തന്നെ സ്ത്രീ ആകുമ്പോൾ അതിൻ്റെയും ഭൗതികകാരം. മജൂസി ആകുമ്പോഴോ ഇതിൻ്റെയും ഭൗതിക അത്രയില്ല. ദിമ്മത്തിൻ്റെ അഹ്ലിക്കാർക്ക് കൊടുക്കുന്ന അത്ര തന്നെ മൂല്യം മജൂസികൾക്ക് കൊടുക്കില്ല. കാരണം മജൂസികൾക്ക് കിതാബില്ല, കിതാബുണ്ട് എന്ന ഒരു ധാരണയിലാണ് അവരെ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കുന്നത്. അവർ അഗ്നി ആരാധകരാണ്. അപ്പോൾ കിതാബ് മുമ്പുണ്ടായിരുന്നവരായിരുന്നു എന്നൊരു ധാരണ. ഹിന്ദുക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, മുമ്പ് ഏത് കിതാബ് ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളെ കിതാബിലൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ബ്രാഹ്മൺ എന്ന് പറയുന്നത് ഇബ്രാഹിമിൽ നിന്ന് പോകുന്നതാണ്. അവർ പേർഷ്യയിലായിരുന്നു. അങ്ങനെയൊക്കെ പുതിയ ഓരോ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പേർഷ്യയിലായിരുന്നു. പേർഷ്യൻ്റെ നാമാണ് ഇറാൻ. ഈ ഇറാൻ എന്നത് ലോപിച്ചാണ് ആര്യൻ ഉണ്ടായത്. ആര്യന്മാർ, അത് ഇറാനികൾ എന്ന അർത്ഥത്തിനാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. ഇബ്രാഹിമി പിന്നെ അതിൻ്റെ തുടർച്ചക്കാരായതുകൊണ്ട് ബ്രാഹ്മണന്മാർ പറയുന്നു. ഇങ്ങനെയൊക്കെ ഓരോ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മളെയൊക്കെ ഇപ്പോൾ ശർഈയായിട്ട് കിതാബിലൊക്കെ പറഞ്ഞത് മജൂസികൾ മുമ്പ് ആരായിരുന്നു, കിതാബ് ഉണ്ടെന്ന് ഒരു ശുബഹ അവർക്കുണ്ടായത് കൊണ്ട് അവരെ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മൂല്യം കണക്കാക്കുന്ന സ്ഥലത്ത് അത് അത്ര തന്നെ കണക്കാക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മൾക്ക് 1-2 കാര്യങ്ങൾ കൂടിയേ പറയുള്ളൂ. ഒന്ന്, അംദ നിലക്കാണ് കൊന്നതെങ്കിൽ ഇവിടെ ദിയത്ത് വഹിക്കേണ്ടത് ആരാണ്? അവനാണ്. ആരാണോ കൊന്നത് അവനാണ് ദിയത്ത് കൊടുക്കേണ്ടത്. 3 വർഷമാണ് ദിയത്ത് കൊടുക്കേണ്ട കാലാവധി. ഇസ്ലാം ഇതിലൊന്നും ആലോചിക്കാതെ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല. വളരെ ആലോചിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ. അതിൽ മുഗല്ലദായ ദിയത്തുണ്ട്, മുഖഫഫത്തായ ദിയത്തുണ്ട്. അതൊക്കെ നിങ്ങൾ കിതാബ് നോക്കിയാൽ കിട്ടുന്ന ബാഹ്യമായ കാര്യങ്ങളാണ്. കുറേ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്ന ഒട്ടകങ്ങൾ ഏത് തരത്തിലുള്ളത് എന്ന്. അപ്പോൾ 40 ഒട്ടകങ്ങൾ ഇങ്ങനെ ഖലീഫാത്ത് കൊടുക്കണം, മറ്റേത് ഇത്ര കൊടുക്കണം, മറ്റെത്ര കൊടുക്കണം, അങ്ങനെ കണക്കുണ്ട്. അതിൻ്റെ മൂല്യം നോക്കുമ്പോൾ അംദ നിലക്കാവുമ്പോൾ 5 ലക്ഷം റിയാലൊക്കെ ഇപ്പോൾ മൂല്യം കണക്കാക്കുന്നുണ്ട്. മറ്റേത് 3 ലക്ഷം റിയാലാണ് മൂല്യം കണക്കാക്കുന്നത്. കാരണം എന്താണ്? ഈ ഒട്ടകത്തിൻ്റെ പ്രായവും അതിൻ്റെ സ്വഭാവവും, ഖലീഫാത്ത് പറഞ്ഞ ഗർഭിണികളാണ്. ഈ നിലക്കുള്ള ഇതിൻ്റെയൊക്കെ കണക്കാക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ടാവുന്നുണ്ട്. അംദനാകുമ്പോൾ ഇവനാ കൊടുക്കേണ്ടത്. ആര്? അവൻ മറ്റുള്ളവരുടെ സഹായം അർഹിക്കുന്നില്ല. മറ്റേതിൽ കൊടുക്കേണ്ടത് ആരാണ്? അവൻ്റെ ആക്കിലത്താണ്. ഈ ആക്കിലത്തിന് ഇത് നിർബന്ധമാക്കിയത് എന്തിനാവുന്നു എന്നുള്ളതാണ്. അതെന്തിനാവുന്നു എന്ന് നമ്മൾ ആ റഹീം മോചന ഫണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരാളടുക്കൽ അബദ്ധത്തിലൊരു സംഗതി സംഭവിച്ചു, ഖത എന്നൊരു കാര്യം സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവൻ രക്ഷപ്പെടാൻ, ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഇയാളെ സംബന്ധിച്ച് അയാളെ തന്നെ ഉണ്ടാക്കിയിട്ട് 3 ലക്ഷം റിയാൽ ഇന്നത്തെ തുക അതുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനൊരു കാലത്തും അവിടുന്ന് പുറത്തു പോരാൻ കഴിയില്ല. ഈ ബാധ്യത ആർക്ക് ഏൽപ്പിച്ചു? ഇവൻ്റെ അസബക്കാരാവുന്ന ആളുകൾ, ഇവൻ്റെ സഹോദരന്മാരുടെ മക്കൾ, ഇവൻ്റെ എളാപ്പാരുടെ മക്കൾ, ഉസൂല് ഫുറൂഴുകൾ ഒഴിച്ച് അവൻ്റെ ഹവാഷികൾ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഒരാളിൽ നിന്ന് കൊലപാതകമുണ്ടാവുന്നത്, അബദ്ധമുണ്ടാവുന്നത്, അതിൽ കുടുംബത്തിന് പങ്കുണ്ട്. വലിയ പങ്കില്ലെങ്കിലും ചെറിയ പങ്കുണ്ട്. എന്താണ് പങ്ക്? ഒരു വ്യക്തി അവനെ നിയന്ത്രിക്കേണ്ടത്, അവൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടേണ്ടത് അവൻ്റെ കൂട്ടുകുടുംബമാണ്. അപ്പം ഇവൻ്റെ അടുക്കൽ ഒരു അബദ്ധം സംഭവിച്ചു.
പിന്നെ ഇവനെ കഴിച്ചിലാക്കിയത് എല്ലാവരും കൂടിയിട്ടാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എത്ര ആളുടെ അറിയോ? എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്? ഇതിൻ്റെ കണക്ക് ഒരാളെല്ലാം കൂടി വഹിക്കുക എന്നല്ല, ഒരാൾക്ക് വഹിക്കാനുള്ള കൃത്യമായ നിർദ്ദേശം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ നീ ഇത്ര കൊടുത്താൽ മതി, റുബുഅ് ദീനാർ അല്ലെങ്കിൽ ഇത്ര കൊടുത്താൽ മതി. ഒരു കണക്കുണ്ട്, ഒരു കൃത്യമായ കണക്കുണ്ട്. ആ കണക്കിൻ്റെ അപ്പുറം അവൻ്റെയൊക്കെ വാങ്ങൂല. എന്നിട്ട് തികയുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ആളുകളെ വികസിപ്പിക്കുക ചെയ്യുക, അല്ലാതെ എല്ലാ വാങ്ങുന്നവരെയൊക്കെ സംഖ്യ കൂട്ടുകയല്ല. നിങ്ങൾ ഈ വിഷയം നോക്കി നമ്മൾ മിൻഹാജിൻ്റെ മത്തനെ നോക്കിയാൽ മതി, കൂടുതൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. മിൻഹാജിൻ്റെ മത്തൻ നോക്കിയാൽ തന്നെ മതി. അപ്പോൾ ഈ മനുഷ്യന് സഹോദരന്മാരുണ്ട്, ഒരു 25 സഹോദരന്മാരുണ്ട്. ഈ 25 സഹോദരന്മാരും ഈ പറഞ്ഞ തുക എടുത്തു, അവരൊക്കെ നിശ്ചയിക്കപ്പെട്ട തുക എടുത്തു. എന്നിട്ട് ഈ സുലുസുദ്ദിയത്ത് എത്തുന്നില്ല. ഓരോ കൊല്ലവും കൊടുക്കേണ്ടത് എത്രയാണ്? സുലുസ്. രണ്ടാമത്തെ കൊല്ലം സുലുസ്, മൂന്നാമത്തെ കൊല്ലം സുലുസ്. അങ്ങനെ 3 കൊല്ലം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കൊല്ലം കൊടുക്കേണ്ട സുലുസിലേക്ക് എത്തുന്നില്ല ഇവരെല്ലാവരും കൂടി കാശെടുത്തപ്പോൾ. അപ്പോൾ ഇനി ഇവരെയൊക്കെ ഒന്ന് കൂടുതൽ വാങ്ങുകയല്ല ചെയ്യുക, പിന്നെന്താ ചെയ്യുക? ഈ വാങ്ങാനുള്ള ആളുകളെ ഒന്നും കൂടി വികസിപ്പിക്കും. അപ്പോൾ സഹോദരന്മാരുടെ കൂടെ ആരെയും കൂടി കൂട്ടും? സഹോദരന്മാരുടെ മക്കളെയും കൂടി കൂട്ടും, ആണുങ്ങളെ കൂട്ടുക. മനസ്സിലായോ? അങ്ങനെ സഹോദരന്മാരെ മക്കളും പിന്നെ പണമെടുത്തു. എന്നിട്ടും ഈ പറഞ്ഞ തുക എത്തിയില്ല. അപ്പം എന്താ ചെയ്യുക? അവൻ്റെ അഴമാമുകൾ, എളാപ്പന്മാർ, അവരും കൂടി എടുക്കും. മക്കളെ ഇല്ലെങ്കിൽ മക്കളെടുക്കും, അതിൻ്റെ മക്കളെടുക്കും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ഒന്ന് സഹോദരന്മാർ, പിന്നെ സഹോദരന്മാരുടെ ആൺകുട്ടികൾ, പിന്നെ അവരുടെ കുട്ടികൾ, അങ്ങനെ എത്ര ഉണ്ടെങ്കിലും അവരൊക്കെ കൂട്ടും. കഴിവുള്ള ആൾക്കാർ, അതന്നെ മുഴസീറും കൊടുക്കാൻ കഴിയാത്തവരൊന്നുമില്ല, ഇതിന് കഴിയുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇസ്ലാമേ. ഇവൻ ഏതാണ്? ഇത് കൊടുക്കാൻ പോലും ശേഷിയില്ലാത്ത ഫക്കീറാണെങ്കിൽ അതിന് ഒഴിവാണ്. ഇതിന് കഴിയുന്ന ആൾ കൊടുത്താൽ മതി. എന്നിട്ടും മതിയാവുന്നില്ലെങ്കിൽ ഇവൻ്റെ എളാപ്പമാർ എത്ര ഉണ്ട്? 15 ഉണ്ട്. എന്നിട്ടും തികയുന്നില്ലെങ്കിൽ എളാപ്പാരുടെ മക്കളും കൂടി അതിൽ കൂടും. എന്നിട്ടും തികയുന്നില്ലെങ്കിൽ ഓരോ മക്കളും കൂടി കൂടും. എന്നിട്ടും തികയുന്നില്ലെങ്കിൽ അവൻ്റെ ഉപ്പാൻ്റെ എളാപ്പാർ. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരാൾ കൊടുക്കേണ്ട പിന്നെ തുക ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? വർദ്ധിക്കുന്നില്ല. മനസ്സിലായോ? അതിന് പകരം എന്താ ചെയ്യുന്നത്? ഈ സംഖ്യ എത്തുന്നത് വരെ കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഇതുകൊണ്ട് ഭാരമുണ്ടാവുന്നില്ല. അതേസമയം ഇവന് പിന്നീട് ഇതുപോലെയുള്ള ഒരു തെറ്റിൽ ചെന്ന് ചാടാൻ സാധ്യത വളരെ കുറയും. കാരണം അന്ന് തന്നെ ഈ കണ്ട 10-100 ആൾക്കാർ കൂടിക്കാണ്ട് ഒരു വിധം കഴിച്ചിലാക്കിയതാണ്. ഇനി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ഇങ്ങനെ തച്ചു കൊല്ലുന്നു എന്നൊരു ഇതുണ്ടാവും, ഒരു ബോധമുണ്ടാകും. അപ്പോൾ എല്ലാ കുടുംബങ്ങളും കൂടിയിട്ട് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവന് കുടുംബത്തോടുള്ള കടപ്പാടും കുടുംബത്തോടുള്ള പേടിയും ഒക്കെ ഇവന് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവനൊരു കുടുങ്ങുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് അവനെ താങ്ങുക എന്നത് അത് ആവശ്യമാണ്. വയനാട്ടുകാർക്ക് അതാ പിരിവടക്കുന്നു, റഹീം ഫണ്ട് അതാ പിരിക്കുന്നു. ഇപ്പോൾ നമ്മളെ അസബക്കാരൊന്നുമല്ല, എന്നിട്ട് എല്ലാവരും കൊടുക്കുക. കാരണം എങ്ങനെയെങ്കിലും ഒരു സാധു രക്ഷപ്പെട്ടോട്ടെ എന്ന നിലയിൽ. ഇതാണ് അസബക്കാരുടെ മേലിൽ, ആക്കിലത്തിൻ്റെ മേൽ ഈ ദിയത്ത് കൊടുക്കാനുള്ള കാരണം. എന്നാൽ അംദനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അംദൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ചില വിപരീത ഫലം ഉണ്ടാവും. എന്താ കരുതി കൂട്ടിയാണ് ഒരാളെ കൊന്നത്, എന്നിട്ട് അതിൻ്റെ ഭാരം ആര് വഹിച്ചു? അവൻ്റെ കുടുംബം വഹിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അവനത് ശീലമായത് നമുക്ക് കൊന്നുകൊടുത്താൽ മതി, ബാക്കി ആരും നോക്കിക്കോളും. നമുക്കിത് കൊന്നുകൊടുത്താൽ മതി, ബാക്കി ആരും നോക്കിക്കോളും, കുടുംബം നോക്കിക്കോളും. മനസ്സിലായ പറഞ്ഞത്? അപ്പം ഇതിൽ ആ നിലയിലുള്ള ഏതുണ്ട് തത്വം ഇതിൻ്റെ പിന്നിലാണ്. ഇനി എന്താ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയങ്ങൾ എന്താ ഉള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. നമ്മൾ ഇപ്പം നടക്കുന്ന ഈ പല കാര്യങ്ങളും, ഉദാഹരണമായിട്ട് ഡോക്ടറുടെ പിഴവ് കൊണ്ട് ഇപ്പോൾ രോഗി മരിച്ചു. അപ്പോൾ ഈ ഡോക്ടർ ആരാണ്? വിദഗ്ധനാണോ വിദഗ്ധനല്ലേ? ഈ ഡോക്ടർ ഈ ചികിത്സ ചെയ്യുവാൻ യോഗ്യതയുള്ള വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ ഇയാൾ ലാമിനാവില്ല, മരിച്ചതിന് മൂപ്പര് ലാമിനാവില്ല. അതിന് ഖിസാസും ഇല്ല, ദിയത്തും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഇയാൾ എന്തല്ല, യോഗ്യതയുള്ള ആളല്ലെങ്കിൽ അയാൾ ലാമിനാവും. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയത് ഷിബ് ഹംദിൻ്റെ കൂട്ടത്തിൽപ്പെടും. ഇയാൾ അംദ നിലക്ക് കൊന്നതല്ല എന്ന് വന്നാൽ പോലും ഷിബ് ഹംദിൻ്റെ കൂട്ടത്തിൽപ്പെടും.
അപ്പോൾ ദിയത്ത് എന്തുകൊണ്ട് കൊടുക്കണ്ട? ദിയത്ത് കൊടുക്കണ്ട എന്ന് പറയാൻ കാരണം ഇവൻ ഈ രോഗി അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അവിടെ പോയിട്ട് ഇതിന് വിധേയനായതാണ്, അല്ലാതെ ഡോക്ടർ ഇവനെ വലിച്ചുവിടുന്നൊന്നുമല്ലല്ലോ. അവൻ്റെ ഇഖ്തിയാർ നിലക്ക് പോയിട്ട് എന്ത് ചെയ്താണ് ആ ഡോക്ടറെ തിരഞ്ഞെടുക്കുകയും ആ ഡോക്ടറുടെ ചികിത്സ തിരഞ്ഞെടുക്കുകയും ഓപ്പറേഷൻ ആണെങ്കിൽ അതിന് എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾ വിദഗ്ധനാണെങ്കിൽ അതിന് ഉത്തരവാദിയാവില്ല. അതേപോലെ ഇപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോൾ ഇത് അംദനാണോ ഖത്താനാണോ എന്ന് സ്ഥിരപ്പെടാൻ വലിയ പ്രയാസമാണ്. കരുതി കൂട്ടി കുത്തിയതാവുന്നു എന്ന് അവൻ ഇഖ്റാർ ചെയ്തു, ഞാൻ കൽപ്പിച്ചുകൂട്ടി കുത്തിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ അംദൻ തന്നെയാണ്. അതല്ല, ഞാൻ കരുതി കൂട്ടിയല്ല, ഇങ്ങനെയൊക്കെയാണ്, പോലീസിൻ്റെ അന്വേഷണമൊക്കെ നടന്നു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സ്ഥിരപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഖത്താനാണ്. അപ്പോൾ അതിൻ്റെ ഏത് കൊടുക്കേണ്ടി വരും? ദിയത്ത് കൊടുക്കേണ്ടി വരും. നമ്മളെ നാട്ടിലിപ്പോൾ അതൊന്നും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല കേട്ടോ. നമുക്കിവിടെ സിവിൽ നിയമങ്ങളിൽ മാത്രമേ ഏതുള്ളൂ, ഇസ്ലാമിക നിയമങ്ങൾ നിലവിൽ ഉള്ളൂ. ക്രിമിനൽ നിയമങ്ങളിൽ നമുക്ക് ഏതില്ല, നമ്മുടെ നിയമങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അത് നമ്മുടെ രാജ്യത്തിന് ഒറ്റ നിയമമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നിയമം പഠിക്കാൻ വേണ്ടി പറയുക എന്നേ ഉള്ളൂ. ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്കത് കൂടുതൽ പറയാൻ കഴിയില്ല. സൗദി അറേബ്യയിലിപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓട്ടിയതെന്ന് വിചാരിക്കുക, എന്ന പോലെ അത് അംദൻ അതിൽ കൂട്ടുക ചെയ്യണത്. അവൻ്റെയൊക്കെ പേച്ചാലും ആ പിഴവായിട്ട് കണക്കാക്കണില്ല. കാരണം അവന് ഏതല്ല, നമ്മുടെ ഡോക്ടറെ കേസ് പറഞ്ഞമായിരിക്കും, അവന് വണ്ടി ഓടിക്കുവാനുള്ള ഏതില്ല, അർഹതയില്ല. അപ്പോൾ എന്താണെങ്കിലും അവന് ലാമിനാവുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇനി ഈ കിട്ടുന്ന പണം, ഇപ്പോൾ ഒരാൾക്ക് വണ്ടി അടിച്ച് മരിച്ചു, ഇൻഷുർ കമ്പനിയിൽ നിന്ന് കിട്ടി, അത് വാങ്ങാൻ പാടുണ്ടോ ഇല്ലെന്ന് വേറെ മസല കേട്ടോ. വാങ്ങാൻ പാടില്ല, ഇൻഷുറിൻ്റെ വെക്കുമ്പോൾ എന്താണെന്ന് അത് മറ്റൊരു വിഷയമാണ്. ഈ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് വാങ്ങാൻ ഏതായാലും പറ്റും എന്നൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കണ്ട. എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അമേരിക്കയിലാണ് ആൾ, കാനഡക്കാരനാണ്. കാനഡയിൽ നല്ലൊരു ദാഇയാണ്, അവിടുത്തേരനാണ്. അറബി നന്നായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷ് ആണോ അല്ല ഭാഷ. അപ്പോൾ ഒരുപാട് കിതാബ് എൻ്റെ അടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഥ പറഞ്ഞു. മൂപ്പർ കാനഡയിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ സംശയം, ഷെയ്ഖ് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്താ സംശയം? അപ്പോൾ ഈ കുളിയുടെ വിഷയമാണ് പറയുന്നത്, വുളൂ കുളിയൊക്കെയാണ് വിഷയം. അപ്പോൾ ഇയാളെ സംശയം എന്താണ്? ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നലെ രാത്രി എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കടന്ന് അങ്ങനെ അവളായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എനിക്ക് സുബഹി നിസ്കരിക്കണം, എനിക്ക് കുളിക്കേണ്ടി വരുമോ? ഇതാണ് സംശയം. എനിക്ക് മനസ്സിലായ സംശയം. അയാൾക്ക് പേര് സംശയമില്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കണിയും സംശയമില്ല. ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കണിയും സംശയമില്ല, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ രാത്രി കിടക്കുന്നതിനും സംശയമില്ല, അവളെ പിന്നെ വ്യഭിചരിക്കുന്നതിനും സംശയമില്ല. ഇയാൾക്കിപ്പോൾ സംശയം ഏതാണ് അറിയോ? പിന്നെ പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കണമെങ്കിൽ കുളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ ഇയാൾ പറയണേ, നമ്മളെ സുഹൃത്ത് അഹമ്മദ് പറയണേ, ഞാൻ ആകെ കുടുങ്ങി ഷെയ്ഖ്. കാരണം ഇയാളോട് എന്താ പറയുക? കുളിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കുളിക്കണം. എന്നാൽ സുബഹി നിസ്കരിക്കണമെങ്കിൽ കുളിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതുവരെ അയാൾ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ച മാതിരിയാണ്. ഏത് ആ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കടക്കലും പിന്നെ ഈ എല്ലാം ഞാൻ അംഗീകരിച്ചതുപോലെയായില്ലേ. അപ്പോൾ ഞാൻ ചോദിച്ച് എന്തേ ഇത് കാട്ടിയത് വെച്ച്. അപ്പോൾ പറഞ്ഞു, ഞാനൊരു സൂത്രം പ്രയോഗിച്ച് അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാനുള്ള വിഷയമാണ്, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അതൊരു യുക്തി പ്രയോഗിച്ചതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻഷൂറിൻ്റെ പൈസ ഓരിയെക്കുന്നത് പറയുമ്പോൾ അതേതായാലും വാങ്ങാൻ പറ്റും, ഉസ്താദ് പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിചാരിക്കേണ്ട. അത് വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കുറേ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇൻഷൂറിനെ പല ഇനങ്ങളായി തിരിക്കുന്നവരുണ്ട്. തെമീന് തെക്കാഫുലി അല്ലെങ്കിൽ താവുനി എന്ന് പറയുന്നതും തെമീന് തിജാരി എന്ന് പറയുന്നത് രണ്ടായി കാണുന്നവരുണ്ട്. മനസ്സിലായോ? അതായത് ബിസിനസ്സായിട്ടുള്ള ഈ തെമീന്, സഹായ പദ്ധതി എന്ന നിലയിൽ തെമീന്, നമ്മളെ ഈ സ്ഥാപനത്തിലുള്ള ഉസ്താദന്മാരെല്ലാവരും കൂടി കണ്ട് എന്ത് ചെയ്തു, ഒരു ഫണ്ട് ഉണ്ടാക്കി, ഒരു ക്ഷേമനിധി
അങ്ങനെ എല്ലാവരും മാസത്തിൽ 100 റുപ്യക്ക് കൊടുക്കുക സംഭാവന. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്കത് കൊടുക്കും. അപ്പോൾ എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്. ഇതൊരു തിജാരിയല്ല, ഒരു ബിസിനസ്സല്ല. അതിനെ വ്യത്യാസപ്പെടുത്തി കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഇത് യഥാർത്ഥത്തിൽ ഇയാളുടെ ജീവന്, നമ്മൾ നേരത്തെ ദിയത്തിനെ പറ്റി പറഞ്ഞതുപോലെ ഇയാളുടെ ജീവന് വിലയായിട്ട് കിട്ടിയതാകുന്നു എന്നാണ് പൊതുവെ മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ വാരിസ്യങ്ങൾക്കൊക്കെ അതിൽ ഇതുണ്ടാകും, അവകാശമുണ്ടാകും. നേരെ മറിച്ച് ആദ്യമേ കമ്പനി കൊടുക്കുന്നത് ഇയാളുടെ ജീവന് വിലയായിട്ടല്ല, ഇയാളുടെ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള സഹായം എന്ന നിലയിൽ ഭാര്യയ്ക്ക് ഡയറക്റ്റ് അനുവദിക്കുന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇയാൾക്കതിൽ പങ്കൊന്നുമില്ല. അല്ല, ഇയാളുടെ ജീവന് വില എന്ന രൂപത്തിലാണ് വരുന്നതെങ്കിൽ അത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണമാണെങ്കിലും ഇൻഷൂറിൽ നിന്ന് കിട്ടുന്ന പണം. ചിലപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗൾഫിൽ എന്ത് ചെയ്തു, എന്ത് അപകടത്തിൽ മരിച്ചു, കമ്പനി എന്ത് ചെയ്തു, നഷ്ടപരിഹാരം പറയലേ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മളെ ദിയത്ത് പോലെ ഇയാളുടെ ജീവൻ്റെ ഒരു മൂല്യമായി കണക്കാക്കുന്നതാണെങ്കിൽ അപ്പോൾ അത് ഇർസായിട്ടാണ് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ അവിടെ ചോദ്യം വരുന്നത് എന്താണ്? ഇൻഷൂർ കമ്പനി പിന്നെ അല്ലല്ലോ കൊടുക്കേണ്ടത്. നമ്മുടെ ശരയ്യായ കണക്കനുസരിച്ച് ആരാണോ ഇയാളെ കൊലപ്പെടുത്തിയത് അയാളോ അയാളെ അഖിലത്തോ അല്ലേ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഇവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവർ അഖിലത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ചില വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്തു, ആ അഖിലത്ത് കൊടുക്കേണ്ടതിന് പകരം ഞാനിപ്പോൾ ഒരാൾക്ക് കടം വീട്ടാനുണ്ട്, ഞാനാണ് വീട്ടേണ്ടത്, വേറൊരാളെ വീട്ടിയിരുന്നെങ്കിൽ വീടി എന്ന് പറയുന്നത് പോലെ ഇവരെന്ത് ചെയ്തു, ആ സംഖ്യ കൊടുത്തു എന്ന രൂപത്തിലാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്.